ഈ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷൻ പ്രിയ ജോളി പാസ്റ്റർ, പ്രിയ ജിബിൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസിദാസന്മാർ, ഇന്ന് പകരം സംബന്ധിക്കാത്ത ഒത്തിരി ദൈവമക്കൾ ഇന്ന് രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും ഇന്ന് രാത്രി ഞാൻ വന്ദനം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രിയിൽ കർത്താവ് സഹായിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെല്ലാം മഹത്വം അറിയിക്കുകയാണ്. അതോടൊപ്പം ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ ആക്ഷൻ പാസ് ഇന്ന് രാവിലെ കടന്നു വരാമെന്ന് പറഞ്ഞാണ്. വൈകിട്ട് അദ്ദേഹം നമ്മുടെ ഒപ്പം ആയിരിക്കുന്നല്ലോ, ഒത്തിരി സന്തോഷം. ഇവിടെ കടന്നു വരുന്നതിൽ ഒരു ചെറിയ പങ്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകമായി നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പകല് ചിന്തിച്ച ചിന്തകളുടെ അനുബന്ധമായ ചിന്തകളിലേക്ക് നമുക്ക് ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥനാപൂർവ്വം കടന്നു വരാം. ആധാരമായി യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ച് സഹായിച്ചാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. നല്ല സ്വതന്ത്രം ഉറങ്ങുന്ന ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഉറങ്ങുന്നവരുമുണ്ട്, ഉറങ്ങാത്തവരുമുണ്ട്. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പകല് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വചനം വളരെ വിശാലമായ നിലയിൽ ചിന്തിപ്പാനിടയായി തീർന്നു. ചില പുസ്തക സംബന്ധമായ വിഷയങ്ങൾ കൂടെ ഓർപ്പിച്ചിട്ട് നമുക്ക് വായിച്ച വചനത്തിൻ്റെ പ്രസക്തിയിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. 1-ാം അധ്യായത്തിൽ നമ്മൾ പകല് ചിന്തിച്ചത് രക്ഷിക്കപ്പെടുന്ന സകല ദൈവമക്കൾക്കും ഒരു പരീക്ഷയുണ്ടെന്നുള്ള ചിന്തയാണ് നമ്മൾ പഠിച്ചത്. ഈ ദൈവപ്പെടുന്ന പരീക്ഷയെക്കുറിച്ച് ഒരു ചെറിയ ആശയം കൂടെ പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ എക്സാം ടൈമിലും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ടൈം ടേബിൾ വേണം. എന്നാൽ ദൈവപ്പെടുന്ന പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പരീക്ഷയ്ക്ക് ടൈം ടേബിൾ ഇല്ലാത്ത പരീക്ഷയാണ് ദൈവം നമുക്ക് ഇടുന്ന പരീക്ഷ. അതിനർത്ഥം മറ്റൊന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ മരണം വരെയോ കർത്താവിൻ്റെ വരവ് വരെയോ നമ്മൾ എന്ത് ചെയ്യും? പരീക്ഷിക്കപ്പെടാമെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ആ പരീക്ഷ ഒരിക്കലും ദോഷത്തിനല്ല, ഗുണത്തിനാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആ പരീക്ഷയ്ക്ക് ഒരു മഹത്വമുണ്ട്. എന്താണ് മഹത്വം? നമ്മെ പകല് വന്നവർ പറഞ്ഞു കൊള്ളാകുന്നവരാക്കി തീർക്കേണ്ടതിനാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്. അതിന് അനന്തര ഭാവിയാണ് പറഞ്ഞത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ജീവ കിരീടം പ്രാപിക്കാൻ കഴിയും. അപ്പം ഇവിടെ മാത്രമല്ല, നിത്യതയിൽ നമുക്ക് വളരെ ആനുകൂല്യങ്ങൾ ആ വിഷയ സംബന്ധമായിട്ടുണ്ടെന്ന് മറന്നു പോകരുത്. ഇനി നമ്മുടെ 2-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് പ്രബോധിപ്പിക്കുന്നത് ദൈവമക്കൾക്ക് ഒരിക്കലും മുഖപക്ഷം ഉണ്ടാകില്ലെന്നുള്ള ചിന്തയാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. നിങ്ങൾ എന്ത് ചെയ്യരുത്? മുഖപക്ഷം കാണിക്കരുത്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എന്തുകൊണ്ട് മുഖപക്ഷം കാണിക്കരുത്? കർത്താവ് നമ്മോട് മുഖപക്ഷം കാണിച്ചില്ലാത്തത് കൊണ്ട് നമ്മളും എന്ത് ചെയ്യരുത്? മുഖപക്ഷം കാണിക്കരുത്. ദൈവം നമ്മുടെ ജാതി നോക്കിയോ നിറം നോക്കിയോ കുലം നോക്കിയോ ഒന്നും അല്ല നമ്മളെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളായിരിക്കും നമ്മളും എന്ത് ചെയ്യരുത്? മുഖപക്ഷം കാണിക്കരുത്. ഇവിടെ യാക്കോബ് പറയുന്ന ദൈവശാസ്ത്രപരമായ ചിന്ത, നമ്മൾ മറ്റൊരു പാപം ഒന്നും ചെയ്യുന്നില്ലെങ്കിലും മുഖപക്ഷം കാണിച്ചാൽ നമ്മൾ പാപം ചെയ്യുമെന്നാണ് യാക്കോബ് പഠിപ്പിക്കുന്നത്. 8-ാം വാക്യം വായിച്ച 8-ാം വാക്യം. മുഖപക്ഷം കാണിച്ചാൽ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു. മറ്റു നമ്മൾ വീട് വലിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ മുഖപക്ഷം കാണിച്ചാല് നമുക്ക് ആർക്കും അതില്ലാത്ത ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ അതിന് യാക്കോബ് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. നല്ല വസ്ത്രമൊക്കെ ധരിച്ച ഒരാൾ വന്നാൽ ആ പുള്ളി പിടിച്ച് ഫ്രണ്ടിലെടുത്തിട്ട് മുഷിഞ്ഞവനാണ് പോയി പുറകിരിക്കുന്നു പറയും. അപ്പൊ എന്റെ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യം, എന്തുകൊണ്ട് മുഖപക്ഷം ദൈവമക്കൾക്ക് പാടില്ല എന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മളോട് എന്ത് ചെയ്തിട്ടില്ല? മുഖപക്ഷം കാണിച്ചിട്ടില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചിലരൊക്കെ അവത്തങ്ങനത്തെ പറയാറുണ്ട്, കർത്താവെ ഈ അനുഗ്രഹിക്കുന്നതിനകത്ത് നിനക്ക് വല്ല മുഖപക്ഷമുണ്ടോ? കാരണം അവൻ ഡെയിലി അനുഗ്രഹിക്കപ്പെടുന്നു, അവൻ തൊടുന്നത് പൊന്നായി മാറുന്നു. പിന്നെ നമ്മൾ അപക്വമായ നിലയിൽ പറയുന്നൊരു വാക്കുണ്ട്, അവൻ്റെ വരച്ച ആ കമ്പ എൻ്റെ തലയിൽ ചുമ്മാതെങ്കിലും ഒന്ന് കൊണ്ടാൽ മതിയായിരുന്നു, അവനെ പോലെ ഞാനും ഒക്കെ ആകും. ദൈവത്തിന് അങ്ങനെ ആരോടും എന്തില്ല, മുഖപക്ഷമൊന്നും ഇല്ല. സ്തോത്രം. അതിൻ്റെ വിശാലതയ്ക്കൊന്നും ഞാൻ പോകുന്നില്ല. യാക്കോബ് പറഞ്ഞ ഉദാഹരണം അതാണ്. നമ്മൾ എന്ത് ചെയ്യരുത്? മുഖപക്ഷം കാണിക്കരുത്. ഇനിയും ദൈവമക്കളായിരിക്കും നമ്മൾ അറിയണം, നമ്മുടെ കുടുംബജീവിത സംബന്ധമായിട്ട് നമ്മൾ ഒത്തിരി മുഖപക്ഷം കാണിക്കുന്നവർ. ഈ 3 മക്കളുണ്ടെങ്കിൽ 3-നെ ഒരുപോലെ കണ്ടോ? 3 മക്കളുണ്ടെങ്കിൽ 3-നെ
ഒരേപോലെ കാണും. ഇപ്പം ചില വീട്ടിൽ ഒരു പെൺപിള്ളേർ കണ്ടാണുമായിരിക്കും, എപ്പം മുട്ട പുഴുങ്ങിയാൽ 3 മുട്ട പെങ്കൊച്ചിന്. അതിന് അമ്മ പറഞ്ഞ ആയല്ലോ വല്ലയിടത്തും പോയി നിൽക്കേണ്ടല്ലേ എന്ന് പറഞ്ഞാൽ പെങ്കൊച്ചിന് മുട്ടയില്ല നമ്മുടെ തീറ്റിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പെങ്കൊച്ചിന് 3 മുട്ട കൊടുത്താൽ ആൺപിള്ളേർക്ക് 3 ഉണ്ടെന്നില്ല. കൊടുക്കണം, മുഖപക്ഷം ചെയ്യരുത്. അപ്പൊ ഈ വസ്തു വീതം വെക്കുമ്പോൾ മോളിക്ക് 10 കൊടുത്താൽ ജോളിക്ക് 10. ഈ മോളിക്ക് 10 കൊടുക്കാനേ ജോളിക്ക് എന്ത് ചെയ്യരുത്, മിണ്ടുന്നില്ല. 10 കൊടുക്കരുത്, മുഖപക്ഷം ചെയ്യരുത്. അപ്പനെ കാണുന്ന പോലെ അമ്മയപ്പനെ കാണണം, അമ്മയെ കാണുന്ന പോലെ അമ്മയമ്മയെ ആരും സ്വത്രം പറഞ്ഞില്ല. മുഖപക്ഷം കാണിക്കരുത്. നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് 2-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെ യാക്കോബ് പഠിപ്പിക്കുന്നത്. ഞാൻ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി 14 മുതൽ 26 വരെ യാക്കോബ് മറ്റൊരു ദൈവശാസ്ത്രം പഠിപ്പിക്കുകയാണ്. അതിന്റെ 14-ാം വാക്യം വായിച്ചാട്ടെ. 14-ാം വാക്യം രണ്ടാമത്തെ ചിന്ത എന്താണ്? മൂന്നാമത്തെ കാര്യം യാക്കോബ് പറയാണ്, വിശ്വാസിക്ക് വിശ്വാസം മാത്രം പോരാ, നമുക്ക് എന്താ വേണം? പ്രവൃത്തി വേണം. അപ്പൊ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം സ്വതവേ നിർജീവമാണ്, ചത്തതാണെന്ന് യാക്കോബ് പഠിപ്പിക്കുമ്പോൾ അതിന് നല്ലൊരു ഉദാഹരണമാണ് യാക്കോബ് പഠിപ്പിച്ചത്. എന്താ പറഞ്ഞത്? ഒരുവൻ വിശന്ന് അവന് കുടല് കരിഞ്ഞ് നമ്മളോട് ഭക്ഷണം കഴിച്ച് ചോദ്യപ്പെടുമ്പോൾ അവന് കുടല് കരിഞ്ഞ മണം അവന്റെ വായിക്കൂടെ നമ്മുടെ മൂക്കിലോട്ട് വന്നപ്പോൾ നമ്മൾ കുറെ പൊക്കോ ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിക്കും. അന്നാലും ഒരുപാട് ബിരിയാണി ഫ്രിഡ്ജിനാണ്. യാക്കോബ് പറയാണ്, നിന്റെ അടുക്കലൊരുത്തം വിശന്നു വന്നാൽ അവന് വിശപ്പിനുള്ളത് കൊടുത്തേച്ച് വേണം നീ സ്തോത്രം പറയാൻ. ഇച്ചിരി പാടുള്ള കാര്യമാണ്. ആ വിശപ്പിനെ നമുക്ക് മറ്റു രീതിയിലൊക്കെ ചിന്തിക്കാം. ഭൗതികമായിരിക്കുന്ന വിശപ്പിനോട് ബന്ധപ്പെട്ട് മാത്രമല്ല, ആവശ്യബോധങ്ങളിലുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു ചിന്തയാണ് ദൈവസഭയോട് യാക്കോബ് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് ചാരിറ്റി വേണം. എന്താ വേണം? 23 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടക്കുന്ന സഭ എനിക്കറിയാം. ആ സഭയ്ക്കകത്ത് വീടില്ലാത്തവരുണ്ട്, കല്യാണം നടത്താത്തവരുണ്ട്, കുഴപ്പടിക്കാൻ പൈസ ഇല്ലാത്ത വിധവമാരായിരിക്കുന്ന അമ്മച്ചിമാരുണ്ട്. ഒരു 5 പൈസ പോലും കമ്മിറ്റിക്കാർ അവർക്ക് കൊടുക്കുക. നിങ്ങൾ പറയണം, 23 ലക്ഷം രൂപ അക്കൗണ്ട് ഇടലിനകത്താണോ തകർന്നൊരിക്കും വിശ്വാസിക്ക് ഒരു വിഷമം ഉണ്ടാകുമ്പോൾ 10 രൂപ കൊടുക്കുന്നതിനകത്താണോ ദൈവം പ്രസാദിക്കുന്നത്? നിങ്ങൾ സമാധാനം പറഞ്ഞാൽ അതെവിടെയൊക്കെ പറയുന്നത്? വിശപ്പുള്ളവനാണെങ്കിൽ വിശപ്പിന് കൊടുത്തേക്ക് വേണം നീ സ്തോത്രം പറയാം. സ്തോത്രം. അപ്പൊ സഭയ്ക്ക് എന്താ വേണം? ചാരിറ്റി വേണം. സഹായമുള്ളവരെ, സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ മനസ്സ് വയ്ക്കണം. നമുക്ക് ആരെയും കൊടുത്തൊന്നും ഉയർത്താൻ പറ്റുകയില്ല. പക്ഷേ നമ്മുടെ സഭയ്ക്കകത്ത് ഒരാൾക്കൊരു വീടില്ലെങ്കിൽ അത് നമ്മുടെ വിഷയമാണ്. അങ്ങനെ വിശ്വസിക്കരുത്. നമ്മുടെ സഭയ്ക്കകത്ത് പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ വിഷയമാണ്. നമ്മുടെ സഭയ്ക്കകത്ത് ഒരു വീട് പണിയാൻ വിശ്വാസം ഇല്ലെങ്കിൽ അവന് പണമില്ലാതെ വരുന്നെങ്കിൽ അത് നമ്മുടെ വിഷയമാണ്. ഓരോരുത്തർ 500 രൂപ ഇട്ട് 50,000 കൊടുക്കരുത്. നമ്മുടെ സ്വത്രം പോയ പോക്കാണ്. അപ്പൊ സഭയ്ക്ക് എന്താ വേണം? സ്വത്രം, ഗ്ലോറിയും ആരാധന ഉപവാസം മാത്രം പോരാ. സഭയ്ക്ക് എന്താ വേണമെന്ന് അയാൾക്ക് പറയുന്നേ? ചാരിറ്റി വേണം. നമ്മുടെ യേശുവിനെ കാണുന്നത് നമ്മുടെ വിഷയത്തിനകത്ത് വിടുവിക്കുന്നവനായിട്ടോ തേജരൂപിയായിട്ട് കാണുമ്പോൾ ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുവൻ ദൈവത്തെ കാണേണ്ടത് തകർന്നവരിൽ യേശുവിനെ കാണണം, ആവശ്യമുള്ളവനിൽ യേശുവിനെ കാണണം. അതാണ് യേശു പഠിപ്പിച്ചത്. പുനരാഗമനത്തിനകത്ത് ഞാൻ നിന്റെ അടുക്കൽ വന്നു, നീ എനിക്ക് വിശപ്പിന് ഭക്ഷണം തന്നില്ല. അപ്പൊ ഇവര് ഞെട്ടിപ്പോയി. എപ്പോ ഞാൻ ദാഹിക്കുന്നവനായിട്ട് വന്നു, ഞാൻ വസ്ത്രമില്ലാത്തവനായിട്ട് വന്നു, നിങ്ങൾ. അപ്പൊ ഇവര് ഞെട്ടിപ്പോയി. എപ്പോ വന്നു? കഥാ പറഞ്ഞു, അമ്മ വല്ലതും നടണമെന്നൊക്കെ പറഞ്ഞു വന്ന ഞാനാ. സ്തോത്രം. അപ്പൊ ആവശ്യമുള്ളവരിൽ നമ്മൾ ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. അത് ദൈവമക്കളുടെ ഒരു വലിയ കടമയാണ്. അതാണ് യാക്കോബ് പറയുന്നത്, നമുക്ക് എന്തോ മാത്രം പോരാ, വിശ്വാസം മാത്രം പോരാ, നമുക്ക് എന്തോ വേണം? പ്രവൃത്തിയും കൂടെ വേണം. അപ്പൊ പ്രവൃത്തിയിലൂന്നിയുള്ള ഒരു ക്രിസ്തുജീവിതത്തെ ദൈവാത്മാവ് പ്രതീക്ഷിക്കുക. ഇതാണ് 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വിഷയം. ഇനി 3-ാം അധ്യായം ഗംഭീരമാണ്. നമ്മുടെ ജീവിതത്തിലെ നാക്കെന്ന് പറയുന്ന ആ അവയവം വരുത്തുന്ന ദുരന്തങ്ങളെ കുറിച്ചാണ് യാക്കോബ് ഇങ്ങനെ വിസ്തരിച്ച് എഴുതി വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇതൊരു കേവലം ഒരു ചെറിയ അവയവമല്ല. ഇത് നമ്മുടെ നിത്യതയുടെ പ്രവേശനത്തിന് പോലും നമ്മളെ അയോഗ്യരാക്കി മാറ്റുന്ന പ്രവൃത്തി ഈ നാവിനുണ്ട്. സ്വതന്ത്രം. അതുകൊണ്ട് ദൈവമൊക്കെ തിരിച്ചറിയണം, ഈ നാവ് കൊണ്ട് നമുക്ക് അഭിഷേകത്തെ നിലനിർത്താം, അഭിഷേകത്തെ തകർക്കാം. ഈ നാവ് കൊണ്ട് നമുക്ക് ദൈവകൃപയെ വളർത്താം, ദൈവകൃപയെ തകർത്താം. ഈ നാവ് കൊണ്ട് നമ്മുടെ ആത്മീക മൂല്യങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാം, ആത്മീക മൂല്യങ്ങളെ നമുക്ക് തകർക്കാം. തീരുമാനം നമ്മുടേതാണ്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് നാം ഇത്രമാത്രം ഒരു ഗതികേടിന്റെ പര്യായമായി നിലകൊള്ളുന്നു? നിങ്ങൾ അറിയണം, നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ ഒരു തുള്ളി വെള്ളം വീഴാത്ത നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവമാണ് ഏതത്? സ്നാനപ്പെടാൻ വന്നപ്പോഴേ വാസു പറഞ്ഞു, വായി മൂക്കൂടെ പൊത്തിപ്പിടിച്ചോണം. അപ്പൊ ഇനിയും മുങ്ങുന്നവരുടെ വാ തുറന്നിരിക്കുക, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇച്ചിരി വെള്ളം വീഴാത്തതിന്റെ ഗതികളൊക്കെ നമ്മുടെ നാവിന് ഇല്ലാതെയില്ല. അപ്പൊ ഇത് വലിയൊരു വിഷയം തന്നെയാണ്. നമ്മുടെ ഒരു ആത്മീയ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയത്, നമ്മുടെ ഒരു അഭിഷേകത്തിന് മങ്ങലേൽപ്പിച്ചത്,
നമ്മുടെ സ്വന്തക്കാരോ നാട്ടുകാരോ പിശാചൊന്നും അല്ല, നമ്മുടെ നാവ് തന്നെയാണ് പലപ്പോഴും നമ്മളെ കുഴപ്പക്കാരാക്കി മാറ്റിയത്. നിങ്ങൾ ചിന്ത മനസ്സിലാക്കണം. കരുത്തുറ്റൊരു പ്രവാചക വരേണ്ടിനെ പണ്ഡിതൻ നമ്മളെ മുമ്പിൽ പഠിപ്പിക്കുന്നു. അത് മറ്റാരുമല്ല, യെശയ്യാവാണ്. സ്തോത്രം. പ്രവചനവും അശുദ്ധിയും ഒരുപോലെ ബാലൻസ് ചെയ്ത് പോയൊരു പ്രവാചകനാണ് യെശയ്യാവ്. പെട്ടെന്ന് ആർക്കൊന്ന് പിടികിട്ടിയില്ല, മനസ്സിലായില്ല. സ്തോത്രം. ഈ ദൈവത്തിനൊരു പ്രത്യേക വാസന, ഒരു ഗിഫ്റ്റ് തന്നാൽ പെട്ടെന്ന് ദൈവം അത് പൊടിച്ചെടുക്കുകയാണ്, തിരിച്ചെടുക്കുകയാണ്. അപ്പൊ നമുക്ക് പറയും എല്ലാം ഉടായ്പ കൂടി കാണിക്കുന്നുണ്ട്, കൃപാവരം ശക്തമായിട്ട് പറഞ്ഞില്ല. ഇത് രണ്ടും കൂടെ മനസ്സിലായി. ഞാൻ വചനത്തിൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കേൾക്കാൻ ആണില്ലെങ്കിലും പ്രസംഗം നടത്താതെ ആകാശമേ കേൾക്കാൻ ഭൂമിയെ ചെവി തരാന്നൊക്കെ പ്രസംഗിക്കുന്ന മനുഷ്യൻ 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ തന്നെ ഒന്ന് കണ്ടിട്ട് പറയുക, അയ്യോ ഞാൻ അശുദ്ധിയുള്ള ജനത്തിന് നടുവിൽ പാർക്കുന്നു, എന്റെ നാവ് അശുദ്ധമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത്ര നാളും പ്രസംഗിച്ചതും ശുശ്രൂഷിച്ചതുമെല്ലാം ഈ അശുദ്ധിയെ കൂടെ നിർത്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അശുദ്ധിയെ കൂടെ നിർത്തി നമ്മൾ അന്യഭാഷ പറയാറുണ്ട്, അശുദ്ധിയെ കൂടെ നിർത്തി നമ്മൾ പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്യാറുണ്ട്, വെളിപ്പാടും കാണാറുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതിനകത്തു നിന്നും മടങ്ങി വരേണ്ട സമയത്തെ നമ്മൾ അതിക്രമിച്ചാൽ പിന്നെ നമ്മളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവായി. സ്വതന്ത്രം. അപ്പൊ ഏത് ലെവലിൽ പോകണം നിങ്ങൾ പഠിച്ചോണം. കുറച്ച് കഴിയുമ്പോൾ ദൈവം നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ പോയിട്ടൊക്കെ ചിലരൊക്കെ തലത്തിൽ എന്തോ അന്യഭാഷയാണ്, തീവ്ര അന്യഭാഷ. കുറച്ചു നേരം തൊട്ടുതൊട്ടി കൊണ്ട് വന്നപ്പോൾ അങ്ങോട്ട് ഇളകിയില്ലയോ, നാക്കെല്ലാം അങ്ങോട്ട് നീട്ടി, കണ്ണെല്ലാം അങ്ങോട്ട് ഉരുട്ടി, തീവ്ര അന്യഭാഷ. സ്വതന്ത്രം പറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങളാരും അന്യഭാഷ പറയാതിരിക്കണ്ട. സ്വതന്ത്രം. അപ്പൊ ശ്രദ്ധിക്കണം, അശുദ്ധിയിൽ തുടർന്നാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ വിട്ട് മാറി പിന്നെ നമ്മളിൽ ഭരിക്കുന്നത് ദുരാത്മാവാണ്. ഹല്ലേലൂയ. ദൈവം കൈവിടത്തില്ല കേട്ടോ. ഏത് അശുദ്ധിയെയും ഏത് അശുദ്ധനെയും നീതീകരിക്കുന്ന ഒരു ദൈവം പുതുനിയമത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല ഇന്നലെയുടെ ചരിത്രത്തിലും ഉണ്ട്. ഹല്ലേലൂയ. സംഭവിച്ചു പോയ തെറ്റിനെ കുറിച്ചുള്ള അവൻ ബോധ്യമകത്ത് ഭരിച്ചപ്പോൾ അവൻ ആരെ കുറ്റം പറഞ്ഞില്ല. അവൻ ഒരു കാര്യം മനസ്സിലായി, എന്നെ അശുദ്ധമാക്കിയ ഒരു ലോകം എന്റെ പുറകിലുണ്ട്, എന്നെ അശുദ്ധമാക്കിയ ഒരു സമൂഹം എന്റെ ചുറ്റിലുമുണ്ട്. അദ്ദേഹം സമ്മതിക്കുകയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ അശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ പാർക്കുകയാണ്. അപ്പൊ ഇവനെ അശുദ്ധമാക്കിയത് ആരാണ്? കുറെ ബന്ധങ്ങളാണ്, കുറെ ചുറ്റുപാടുകളാണ്. ഇവനെ ചുറ്റിപ്പറ്റിയുള്ള കുറെ ബന്ധങ്ങളാണ് ഇവരെ എന്താക്കി മാറ്റിയത്? അശുദ്ധമാക്കി മാറ്റിയത്. ഈ വെളിപ്പാട് അകത്തോട്ട് കയറിയപ്പോൾ, നിലമ്പാട് വീണപ്പോൾ, അവൻ ദൈവത്തിൽ സറണ്ടർ ആയപ്പോൾ തമ്പുരാൻ കൈവിടാതെ അവനെ നീതിബോധത്തിനകത്തു നിന്ന് യാഗപീഠത്തിലെ തീക്കനൽ കൊണ്ടുവന്ന് അവനെ നാവിനെ തൊട്ടപ്പോൾ ദൈവം ഇങ്ങനെ എഴുതി, ഞാൻ നിന്നെ തൊട്ടതിനാൽ നിന്റെ നാവിന്റെ അശുദ്ധി നിന്നിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു വിശുദ്ധിയുടെ ആത്മാവ് ഈ രണ്ടാമത്തെ രാത്രിയിൽ എന്റെ മേൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആത്മാവിൽ കരമടിച്ചിട്ട് പറ, ഒരു ദൈവീക സ്പർശനം. വിപ്ലവകരമായ ഒരു മാറ്റത്തിലേക്ക്, ഒരു ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടത്തിലേക്ക്, ഒരു ആത്മീകമായ നവോത്ഥാനത്തിലേക്ക് നിന്നെ കരം പിടിച്ചേർത്തുന്ന ചില ദൈവീക സ്പർശനങ്ങൾ. തെറ്റുകൾ സംഭവിച്ചത് എവിടെയാണെന്ന് അംഗീകരിക്കുന്ന ഒരു മനോഭാവം പ്രാർത്ഥിക്കുന്ന എല്ലാ കാലത്തും ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? സ്വതന്ത്രം. ഹല്ലേലൂയ. സ്വതന്ത്രം. കട്ടപ്പനെ കൊണ്ട് കളഞ്ഞേച്ച് കാട്ടാക്കട പോയി തപ്പരുത്. പോയതെവിടെ? കട്ടപ്പന. തപ്പത് എവിടെ പോയാ? കാട്ടാക്കട. ഞാൻ പോയാലൊക്കെ സ്വതന്ത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. സ്വതന്ത്രം. പുതുപ്പള്ളി കളഞ്ഞേച്ച് പാരിപ്പള്ളി പോയി തപ്പരുത്. എവിടാണോ വീണത് അവിടെ തപ്പണം. പണ്ടൊരു നിങ്ങൾ കേട്ടൊരു കഥയാണ്. ഒരു മനുഷ്യൻ ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ ചൂട്ടിൽ എന്തൊക്കെയോ മരുതുകയാണ്. യാത്രികനായി വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, എന്താ പറ്റി? എന്നെ മോതിരം കളഞ്ഞുപോയി. വിളിച്ച് എവിടെ പോയത്? അന്ന് അപ്പുറത്താ പോയത്. പിന്നെ ഇവിടെ തപ്പുന്നത്, ഇവിടെ വെട്ടം കണ്ടപ്പോൾ ഇവിടെ തപ്പിയതാണ്. നമ്മുടെ ഗതികേണ്ടതാണ്. എങ്ങാണ്ട് കളിച്ച് ഇവിടെ വന്ന് തപ്പുക. എവിടെയാ വീണെന്ന് നീ സമ്മതിക്കണം. എവിടെയാ നിന്റെ ജീവിതത്തിൽ പരാജയം പറ്റി സമ്മതിക്കണം. ആ സമ്മതിക്കുന്നത് ഞാൻ ആത്മാവിൽ അനുഭവത്തിൽ പറയാം, അത് നിന്റെ അവസാനമല്ല. അവിടെ ചില ചരിത്രങ്ങൾ ആരംഭിക്കാൻ പോകുകയാണ്. അവിടെ ചില ദൈവിക പണികൾ ആരംഭിക്കാൻ പോകുകയാണ്. അവിടെ അഭിഷേകത്തിലെ രണ്ടാം ഘട്ടത്തിനെ പകർന്ന് ഒരു കരുത്തുറ്റവനായി ഇന്ന് നിന്നെ പരാജയപ്പെടുത്തിയ അശുദ്ധ മണ്ഡലങ്ങൾക്കകത്ത് എന്റെ തമ്പുരാൻ ഇന്ന് രാത്രി ഒരു വലിയ ജയം കൈമാറുകയാണ്. എന്റെ നാവിനാ കുഴപ്പം പറ്റുന്നത്. പ്രസംഗിക്കാൻ പ്രവചിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കുറെ സാധനങ്ങൾ ബാലൻസ് കൊണ്ട് നടക്കുന്നു. സ്വതന്ത്രം. അപ്പൊ ഇതൊന്നും ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടാൻ പറ്റില്ല. ഇനി എനിക്ക്
ഇന്നും വായിച്ചിട്ട് അറിയാത്ത മനസ്സിലാകാത്തത് ഞാൻ ഇന്ന് സംശയദൃഷ്ടിയോടും കൂടെ കൊണ്ടുപോകുന്ന ഒരു ചിന്താഗതിയുണ്ട്. അത് പൗലോസിന്റെ ഒരു അടങ്ങാത്തൊരു വേവലാതി, ഒരു ആവലാതിയാണ്. ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നു, നന്മ ഞാൻ അയക്കുന്നുണ്ട്, താല്പര്യമുണ്ട്, പക്ഷേ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു പ്രമാണം എൻ്റെ അവയവത്തിൽ കിടന്ന് ഇങ്ങനെ വ്യാപരിക്കുക. അസപ്പാസേ, ഇത് പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളതാണോ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ളതാണ്? ശേഷമാണ്, ഉറപ്പാ. എന്താ പറയുന്നു? അതെ. അപ്പം ഇത്രയും കൃപാവരം, 9 കൃപാവരം, അല്ല 9 കൃപാവരം കൊണ്ടെന്നൊക്കെ പറഞ്ഞത്. 3 സ്വർഗത്തോളം പോയവൻ, വെളിപ്പാടിൽ ആധിക്യമുള്ളവൻ, 3 പ്രേക്ഷിതയാത്ര നടത്തിയവൻ, വെളിപ്പാടിൽ ആധിക്യമുള്ള 3 സ്വർഗത്തിലോളം പോയ പുള്ളിയുടെ ജഡത്തിൽ ഇതുണ്ടെങ്കിൽ നമ്മളിൽ എത്രയധികം. സ്വതന്ത്രം. അപ്പൊ പുള്ളി പറയാണ്, ഞാൻ ഇഷ്ടപ്പെടാത്തത് എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യുക. മനസ്സിലാക്കണം, ഈ തത്വം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളാരും വിശുദ്ധി പൂർണ്ണരല്ല. ഹല്ലേലൂയ. ഇതൊക്കെ ജഡത്തിൽ കിടന്ന് കടന്നാക്രമണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആവലാതിയെ പറഞ്ഞു, അയ്യോ ഞാൻ ജഡമയൻ, സ്വതന്ത്രം, അരിഷ്ട മനുഷ്യൻ, ഈ അശുദ്ധമായിരിക്കുന്ന അനുവസ്ഥയിൽ എന്നെ ആര് വിടുവിക്കും? സ്വതന്ത്രം. അപ്പൊ ഏത് തെറ്റുകൾ സംഭവിക്കപ്പെടുമ്പോഴും അതിനകത്ത് കിടന്ന് കുടയല്ല, അതിനകത്ത് എഴുന്നേൽക്കാൻ കാണിക്കുന്ന മനോഭാവത്തിലാണ് സ്വർഗം മാറിയിടുന്നത്. തെറ്റുകൾ സ്വാഭാവികം, ബലഹീനതകൾ സ്വാഭാവികം. ഇതിനെ ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാറും. പാപത്തെ ബൈബിള് പാപമെന്ന് തന്നെയാണ് വിളിക്കുന്നത്. പാപത്തിന് രോമന പേര് ബൈബിള് കൊടുക്കുന്നില്ല. ഈ നമ്മളെല്ലാവരും ഈ പാവികളെ വിളിക്കുമ്പോൾ നാട്ടുകാർക്ക് നമ്മളോട് വല്ലാത്ത അമർഷമുണ്ട്, അല്ലേ? ഇപ്പം നമുക്കല്ലേ ഇതിനകത്ത് ഞാൻ 10 പ്രാവശ്യം പാവിയെന്ന് വിളിച്ചാൽ പുള്ളി നിങ്ങൾ മനസ്സിലായത് എന്തിനാണ് പാവികളെ പാവികളെന്ന് വിളിക്കുന്നത്? ഈ നിങ്ങൾ മനസ്സിലാക്കണം, പാവികൾക്ക് ബൈബിൾ രോമന പേര് കൊടുത്തിട്ടില്ല. പാവിയെ ബൈബിൾ പാവിയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ സഭയിൽ ഈ ഓട്ടോ ഓടിക്കുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ നിങ്ങളവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ പേര് നമ്മൾ മൊബൈൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാബു ഓട്ടോ, സാബു ഓട്ടോ എന്നാണ്. ഇത് കാണുമ്പോൾ സാബുവിനും ബാബുവിനും അമർഷം ഉണ്ടായി. എന്തിനാ എൻ്റെ പേരിന് പറയും ഓട്ടോ, ഈ ബാബു സാബു ഓട്ടോ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്? പൊന്നു സാബു, നീ ഓട്ടോ ഓടിക്കുന്നുണ്ട്, അതിൻ്റെ പേരിൻ്റെ വാലിനൊപ്പം എന്ത് വെച്ചേക്കുന്നേ? ഈ ഓട്ടോ വെച്ചേക്കുന്നത്. എന്ന് ഓട്ടോ ഓടി നിർത്തുമോ അന്ന് നിന്റെ വാലിൻ്റെ ഈ പേരിൻ്റെ പുറകിലുള്ള ഓട്ടോ കട്ട്. അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ പാല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൗകര്യമാർ പാലിനടി വീടിൻ്റെ മുറ്റത്തൊരു ഒരു വിളി കേട്ടു. വിളി മറ്റൊന്നുമല്ല, മുട്ട വേണോ മുട്ട. അപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ മുട്ട കച്ചവടക്കാരൊക്കെ ഒരു വിളി കേട്ടിറങ്ങി ചെന്നപ്പോൾ മുട്ടക്കാരങ്ങ് പോയി. ഈ മുട്ട ആവശ്യമായതുകൊണ്ട് ഇറങ്ങിച്ച് നീട്ടി ഒരു വിളി വിളിച്ചു, മുട്ടയെ അവിടെ നിൽക്കാൻ പറയും. പുള്ളി അവിടെ നിന്ന് തിരിച്ചു വന്ന് മുട്ട കൊടുത്തു. ഇത് മുഴുകിയോ പൊരിച്ചോ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ആ ഗേറ്റിനോട് ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ ഈ മുട്ടക്കാരൻ കൈക്കോട്ടെ മുട്ടയില്ലാതെ നല്ലൊരു ഷൂസ് പാൻസ് നല്ല ഷർട്ടും ഒക്കെ ഇട്ട് സിമ്പിളായി അങ്ങോട്ട് വരുമ്പോൾ നീട്ടി ഒരു മുട്ടയെന്ന് വിളിച്ചാൽ വിവരം അറിയും. മനസ്സിലായോ? കയ്യിൽ മുട്ടയുള്ള കാലത്തോളം നിന്റെ പേര് മനസ്സിലാക്കണം. അപ്പൊ പാപം കയ്യിലുള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ പാപികളെന്ന് വിളിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഇവരൊന്ന് സമ്മതിക്കുക, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ പാപിയായ മനുഷ്യൻ. മനസ്സിലാക്കണ്ടോ? അപ്പൊ അശുദ്ധനും പാപിക്കും ഒരിക്കലും ദൈവത്തെ ബാലൻസിട്ടുകൊണ്ട് പോകാൻ പറ്റുകയല്ല. എന്താ തെളിവ്? മീനെല്ലാം കൂടെ പടകിനകത്തോട്ട് കയറിയപ്പോൾ പത്രോസിന്റെ കണ്ണെല്ലാം കൂടെ ഉന്തിയിട്ട് പെട്ടെന്ന് അതിനെ വലിച്ചുകൊണ്ട് ചന്തയ്ക്ക് പോയെന്നല്ല, യേശുവിനിടയ്ക്ക് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പാപിയായ ഒരു മനുഷ്യനാകിയാൽ എന്നെ വിട്ടു പോണം. ഹല്ലേലൂയ. പാപം ചെയ്യുന്നവർക്ക് ഒരിക്കലും ദൈവത്തെ കൂടെ നിർത്താൻ പറ്റില്ല. സ്വന്തം പണ്ടത്തെ ചിന്തകന്മാർ പറയുന്ന പോലെ പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യുന്നത് നിർത്തും, പാപം ചെയ്യുന്നവൻ പ്രാർത്ഥന നിർത്തും. ഹല്ലേലൂയ. പല ആത്മീക കാര്യങ്ങളും നമ്മളിൽ സ്ഥിരമായി നടക്കാത്തത് നമ്മുടെ ജീവിതത്തിന്റെ കൂടെ എന്തോ അശുദ്ധി നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഈ 2ാമത്തെ രാത്രിയിൽ ഈ ചിന്ത കൊണ്ട് നിങ്ങളെ താറടിക്കുകയല്ല, നമുക്കൊരു എഴുന്നേൽപ്പിന് പകൽ സ്വർഗ്ഗം പ്രതീക്ഷിക്കുന്നു, നമുക്കൊരു പുനരുത്ഥാനം ഇന്ന് രാത്രി ദൈവം പ്രതീക്ഷിക്കുമ്പോൾ എത്ര പേര് വിളിച്ചു പറയും, കർത്താവേ ഇതൊരു പരാജയത്തിന്റെ രാത്രിയല്ല, ഇതൊരു അടിച്ചമർത്തന രാത്രിയല്ല, എന്റെ എഴുന്നേൽപ്പിന്റെ രാത്രിയാണ്. തെറ്റുകൾ സംഭവിച്ച യെശയ്യാവിനെ യഥാസ്ഥാനപ്പെടുത്തിയ സ്വർഗം ഇന്നലെയുടെ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ന് രാത്രിയിൽ നമ്മളെ നവീകരിക്കാൻ അവൻ ശക്തനാണ്. 3-ാം അധ്യായം അശുദ്ധിയുടെ വ്യാപാരമാണ്. 4-ാം അധ്യായം 2 യുദ്ധങ്ങളെ കുറിച്ചാണ് കാണുന്നത്. 4-ന്റെ 1 സഭയ്ക്കകത്തുണ്ടാകുന്ന ആഭ്യന്തര യുദ്ധം. 4-ന്റെ 1 വായിച്ച വേഗത്തില് എവിടെ നിന്ന്? ഭോഗേച്ഛകളിൽ നല്ലയോ? അപ്പൊ ചോദിക്കാണ്, ശണ്ടയും കലഹവും എവിടുന്ന വഴക്ക്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിലും വഴക്കിന്റെ കാര്യമാണ്. അവസാനിക്കാത്ത എന്തുകൊണ്ട്? വഴക്കുണ്ട്.
ശ്രദ്ധിക്കണേ, ഈ പുറത്തുനിന്ന് വരുന്ന ഒരു പ്രശ്നം സഭയെ തകർക്കുകയല്ല. സഭയെ തകർക്കുന്ന മുഴുവനും സഭയ്ക്കകത്തുണ്ടാകുന്ന വിഷയങ്ങളാണ്. ഇപ്പം പുറത്ത് ഗോപാലനോ ഭാസ്കരനോ BJP-കാരനോ തെറി പറഞ്ഞുകൊണ്ട് വന്നാൽ നമുക്ക് ഒരുമിച്ച് കൈവിടുത്തിരുന്ന് സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ അകത്തെ തോമസ് തെറി പറയുമ്പോഴാണ് കുഴപ്പം. സ്വോത്രമില്ല അല്ലേ? അകത്തെ തോമസ് ജാക്കോയും വഴക്കുണ്ടാക്കുന്ന അഭിഷേകം. പുറത്ത് BJP-കാരാണ് തെറി പറഞ്ഞ് നമുക്ക് കൈ പിടിച്ച് പ്രാർത്ഥിച്ചാൽ അവനെ വെള്ള ഭൂതം പോവും. പക്ഷേ തിരുവത്താഴം നിന്ന ഭൂതം പെട്ടെന്ന് പോവുകയല്ല. സ്വോത്രം പറഞ്ഞില്ലേ? അപ്പൊ വിഷയം പുറത്തുനിന്ന് വരുന്ന വിഷയം ഒരിക്കലും സഭയെ ചെയ്യത്തില്ല, തകർക്കില്ല. സഭയെ തകർക്കുന്ന മുഴുവനും അകത്തുണ്ടാകുന്ന വിഷയങ്ങളാണ്. അത് മറന്നു പോകാത്ത വലിയ തത്വമാണ്. ഇനി അതിന് 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വരുമ്പോൾ രണ്ടാമത്തെ യുദ്ധമാണ്. ഒരുവൻ ദൈവത്തോട് എന്ന യുദ്ധം. ലോകസ്നേഹം ലോകത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന് ശത്രുവായി തീരുന്നു. സ്വതന്ത്രം. അപ്പൊ നമ്മൾ അന്നേരം കൃപയിലാണ്. IPC ദേശത്തിന് നമ്മുടെ പേരുമുണ്ട്. പക്ഷെ അന്നേരം നമ്മളാരാ? ശത്രുക്കളാണ്. ഏത് കാര്യത്തില്? ലോകസ്നേഹം. ഇത് ദൈവത്തോട് ശത്രുത്വം ഉണ്ടാക്കും. ഞാൻ ഇനി അതിനെ പറഞ്ഞ് വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടായി ഇതിനകത്തിലേക്ക് വിട്ട് കാണണം. ഇനി 5-ാം അധ്യായത്തിലേക്ക് വരണം. 5-ാം അധ്യായം 1 മുതൽ 6 വരെ ധനവാന്മാരുടെ മേൽ വരുന്ന ന്യായവിധിയെ കുറിച്ചാണ് വായിക്കുന്നത്. അതിന്റെ കാര്യം പണം കൂടിയതുകൊണ്ടല്ല. ഒരു പണക്കാരനെ ന്യായം വിധിക്കുന്ന ബൈബിളിൽ വാക്യമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഈ പണത്തിന്റെ വിനിയോഗങ്ങളാണ് ഒരാളുടെ നിത്യത തീരുമാനിക്കുന്നത്. ഇവിടെ ന്യായവിധി വരാനുള്ള കാര്യം, ഇവര് കൂലിക്കാരുടെ കൂലി പിടിച്ചു വെച്ചു. എന്താ ചെയ്തു? ജോലി ചെയ്യുന്നവരുടെ കൂലി പിടിച്ചു വെച്ചു. നാളെ തരാന്ന് പറഞ്ഞു. അങ്ങനെ നാളെ ലോട്ടറിക്കാരെ പറഞ്ഞു നാളെയാണ്. മാസം പലതായി. അവൻ കിടന്ന് വ്യാകുക, ദൈവമേ ആ പൈസ കിട്ടുന്ന കൊച്ചിനൊപ്പം ഫീസ് അടയ്ക്കാൻ. അപ്പൊ ഈ നിലവിളി ധനവാന്റെ കാതിൽ എത്തിയില്ലെങ്കിലും ദൈവത്തിന്റെ കാതിൽ എത്തി. ഏത്? ഈ പിടിച്ചു വച്ചിരിക്കുന്നത്. അത് എത്തിയപ്പോഴാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾക്ക് വലിയൊരു ന്യായവിധി വരാൻ പോവുകയാണ്. നിങ്ങളുടെ പൊന്നെല്ലാം സ്വതന്ത്രമല്ലേ വല്ലാത്ത പരുവത്തിലേക്കായി പോകും. ഇതാണ് 1 മുതൽ 6 വരെയുള്ള വിഷയങ്ങൾ. തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് 2 ചരിത്ര പുരുഷന്മാരെയാണ്. അതിലൊരാള് ഇയ്യോബും മറ്റൊരാള് ഏലിയാവുമാണ്. പ്രാർത്ഥനയ്ക്ക് ഉദാഹരണം ഏലിയാവ്. അവിടെ വായിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. സ്വതന്ത്രം. മഴയെ പ്രാർത്ഥന കൊണ്ട് പൂട്ടിട്ടവൻ. അതാണ് ഏലിയാവ്. ഇനി 2-ാമത്തെ ചരിത്ര പുരുഷൻ സഹിഷ്ണുതയ്ക്ക് ഉദാഹരണമായി നിലകൊള്ളുന്ന ഇയ്യോബ്. അതാണ് നമ്മൾ വായിച്ചത് 5:11. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. ഒരു സ്തോത്രം പറഞ്ഞാണ്. പുസ്തകത്തിന്റെ മുഖവരയ്ക്ക് വിരാമം കുറിച്ച് ദൂതിലേക്ക് വരിക. ഈ വാക്യത്തിനകത്ത് നിങ്ങളൊരു പരാമർശം പ്രത്യേകം ശ്രദ്ധിച്ചെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് വരുത്തുന്ന അവസാനം നിങ്ങൾ കണ്ടുപിടിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചില അവസാനങ്ങൾ വരുത്തുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് പരോക്ഷമായി ഇതേ ധ്വനിയോടുകൂടി നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉയർന്നില്ലെങ്കിലും ഈ പ്രാർത്ഥനയ്ക്കകത്ത് പരോക്ഷമായി ഉയരുന്ന ഒരു ശബ്ദമാണ്, എൻ്റെ വിഷയത്തിനൊരു അവസാനം ഉണ്ടാകണം. ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധിക്ക് ഒരു അവസാനം ഉണ്ടാകണം. എൻ്റെ നിന്ദയ്ക്കും നിരാശയ്ക്കും എൻ്റെ അപമാനത്തിനും ഒരു അവസാനം ഉണ്ടാകണം. ഞാൻ കടന്നു പോകുന്ന വെല്ലുവിളിക്കും ഞാൻ അനുഭവിക്കുന്ന രോഗത്തിനും എല്ലാം ഒരു അവസാനം ഉണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനത്തെ നെഞ്ചോടടുപ്പിച്ച് കൈമാറാം. നിന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ നടുവിൽ നിനക്ക് വേണ്ടി അവസാനം വരുത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രവചന ശബ്ദത്തോട് ഈ വചനം ഏറ്റെടുത്തോട് വിളിച്ചു പറയണം. ഇനി ഒരു തുടർക്കഥ പോലെ ചില പ്രതിസന്ധികൾ ആവർത്തിക്കപ്പെടാതെ അതിനെ അവസാനത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് സ്വർഗ്ഗം തുറന്നു വിടുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി അവസാനം വരുത്തുന്ന ദൈവമാണ്. ഈ ഒരു ചിന്താഗതി പുതിയ നിയമത്തിന്റെ മാത്രം ഒരു വെളിപ്പാടല്ല. വായിക്കണമല്ലോ. 138-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം. ആദ്യം മലയാളത്തിൽ വായിക്കണം, പിന്നെ തമിഴിലൂടെ വായിച്ചാട്ടെ. 138:8. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. തമിഴിൽ കൂടെ ഒന്ന് വായിച്ചേ. കർത്താവ് എനിക്ക് വേണ്ടി അവസാനം വരുത്തും. സഹോദരൻ പറഞ്ഞാൽ തുടരത്തില്ല. ചില വിഷയങ്ങൾ അവസാനിക്കും, ആവർത്തിക്കത്തില്ല. ചില വിഷയങ്ങൾ അവസാനിക്കും. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് മേൽ എഴുതി വെച്ചോണം. നിന്നെ നിരാശയിലേക്ക് നയിക്കുന്ന, നിന്നെ ഭാരത്തിലേക്ക് നയിക്കുന്ന, നിന്നെ നിവർത്താൻ കഴിയാതെ ഒരു കൂലനാക്കി മാറ്റിക്കൊണ്ട് നടന്ന
പുറപ്പെടുക്കുന്ന, എനിക്ക് വേണ്ടി ചിലതിനെ തീർക്കുന്ന ഒരു രാത്രിയെ മാറ്റാം ദൈവത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി അവസാനം വരും. കർത്താവ് നിന്റെ കണ്ണുനീരിന് അവസാനം വരുത്തും. കർത്താവ് നിന്റെ ഭാരത്തിന് അവസാനം വരുത്തും. നീ കടന്നു പോകുന്ന നിരാശയ്ക്കും നിന്റെ രോഗത്തിനും എന്റെ ദൈവം അതിനെ ആവർത്തിച്ചു വിട്ട് കോമയാക്കി വിടുന്നവരല്ല. അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയുന്ന ദൈവശക്തിയുടെ ആഴം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് സ്വർഗ്ഗം തുറന്നു വിടുകയാ. ആത്മാവിൽ തന്റെ അടുത്തോട് പറ, ഇതിനൊരു തുടർക്കഥയുടെ രാത്രിയല്ല, ചിലത് ഇന്ന് രാത്രി അവസാനിക്കുന്ന പൈശാചിക ശക്തിയുടെ അടങ്ങാത്ത അജണ്ടകൾ നിന്നെ മുന്നോട്ട് വിടാതിരിക്കാൻ പൂച്ചുവിനടന്ന ചില പൈശാചിക ശക്തിയുടെ ആ പുറപ്പാടുകൾ ഈ രാത്രി സ്വർഗ്ഗം അവസാനിപ്പിക്കാൻ പോകും. കർത്താവ് നമുക്ക് വേണ്ടി അവസാനങ്ങളെ വരുത്തും. പ്രതീക്ഷ കൈവിടരുത്. സ്വന്തം ഈ ചിന്തയുടെ പ്രവൃത്തി ഒരു പക്ഷേ അടുത്ത വർഷമാകാം, അടുത്ത മിനിറ്റിലാകാം, അടുത്ത മണിക്കൂറിലാകാം. എന്നാലും പ്രതീക്ഷയില്ലാതെ പ്രാർത്ഥിച്ചോണം. എനിക്കും എൻ്റെ കുടുംബത്തിന് കർത്താവ് ഒരു അവസാനം വരുത്തും. അത് പ്രാർത്ഥിക്കുന്ന എൻ്റെ അവസാനമല്ല, എന്നെ അവസാനിപ്പിക്കുമെന്ന് പറയുന്നതിനെയൊക്കെ എൻ്റെ കർത്താവ് അവസാനിപ്പിക്കും. എന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുന്ന, എന്നെ മുടിപ്പിച്ചു കളയുമെന്ന് പറയുന്ന, എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന, എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന, എനിക്ക് നല്ലൊരു ശുശ്രൂഷ ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന ഏതൊക്കെ വെല്ലുവിളികളുണ്ടോ അതിനെ അവസാനിപ്പിച്ച് നിന്നെ വിടുവിക്കാൻ കഴിയുന്നവരാ ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവം. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് വരുത്തും? അവസാനം വരുത്തും. സ്തോത്രം. ഈ ചിന്തയ്ക്ക് ശക്തമായിരിക്കുന്ന ഉദാഹരണം പുറത്തുനിന്ന് ഒരു കഥാപാത്രത്തെ നമ്മൾ ഉദാഹരിക്കുന്നതിനേക്കാൾ ഉപരിയായി ആ വാക്യത്തിൽ പറഞ്ഞ കഥാപാത്രത്തെ പഠിക്കുമ്പോൾ ദൈവം വരുത്തിയ അവസാനത്തിന്റെ വ്യക്തത നമുക്ക് മനസ്സിലാകും. ഞാൻ അച്ഛൻ്റെ ഒന്ന് വിശദീകരിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന കഥാപാത്രം ഇയ്യോബാണെന്ന് തർക്കമൊന്നുമില്ല, വ്യക്തമാണ് അതിനകത്ത് കിടക്കുക. ഇയ്യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏതാണ്ട് അബ്രഹാമിന്റെ സമകാലികനാണ് ഇയ്യോബ്. എന്താണ് എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ പുസ്തകം ഇടയ്ക്ക് നമ്മൾ കൊച്ചനാണ് കരുതൽ, ഇച്ചിരി അപ്പച്ചനാ. ഓ സ്വതന്ത്രമില്ല അല്ലേ? ഇന്ന് അപ്പച്ചനും അമ്മച്ചിയൊന്നും കണ്ടാൽ അറിയുകയില്ല. കാരണം ഏതപ്പച്ചനും അമ്മച്ചിക്കും ചേച്ചിയാണോ എല്ലാ സാധനവും കടയും. അപ്പച്ചനാണോ ചേച്ചിയാണോ അമ്മച്ചിയാണോ നമുക്കറിയില്ല, അങ്ങനെ ഒരു കാലമാണ്. അപ്പം പുസ്തകം എഴുതി വന്നപ്പോൾ അതിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ട് യോബിനെ നടുക്കുകൊണ്ട് പ്രതിഷ്ഠിച്ചത്. പൗരാണികത പഠിച്ചാൽ അങ്ങ് പോണേ പുള്ളി. എവിടെ? അബ്രഹാമിന്റെ കാലത്ത്. ഞാൻ അത്ര ഇറങ്ങി പറഞ്ഞ മറ്റൊരു ആശയം പറയാനാണ്. അപ്പൊ അത്രയും പഴക്കമുണ്ട് ഇയ്യോബിനെന്ന് പറയുമ്പോൾ ഈ എങ്ങനെ ആരാധിക്കണമെന്നൊരു പ്രമാണമില്ലാത്ത കാലം, ആരാധനയ്ക്കെന്ത് കൊണ്ടുവരണമെന്ന് പ്രമാണമില്ലാത്ത കാലം, എവിടെ ആരാധിക്കണമെന്ന് പ്രമാണമില്ലാത്ത കാലത്താണ് വിശുദ്ധിക്ക് വേണ്ടി നിന്നത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായില്ല. നമ്മൾ നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത് ബൈബിള് കയ്യിലിരിക്കുന്നതുകൊണ്ടും വെള്ളഷർട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ടും ഞായറാഴ്ച തിരുവത്താഴം ഉള്ളതുകൊണ്ടുമാണ് നമ്മൾ നമ്മുടെ വിശുദ്ധി സൂക്ഷിച്ചേക്കുന്നത്. കേട്ടിട്ടില്ലേ? ബൈബിള് കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാനതും. അപ്പോൾ ബൈബിള് കയ്യിലില്ലായിരുന്നല്ലോ, ഞാനെണ്ണം പറഞ്ഞേ. ഈ ഷർട്ട് ഇട്ടേക്കുന്നോണ്ടാ അല്ല, ഞാൻ ഒതുങ്ങുക. തിരുവത്താഴോട് ഞാനൊന്നും. അപ്പൊ തിരുവത്താഴം ഇല്ലായിരുന്നു അമ്മമ്മ രണ്ടെണ്ണം പറഞ്ഞില്ലേ? സഭായം ഉള്ളതുകൊണ്ട് ഞാനൊന്നും. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ പേടിച്ചാണ് വളരെ നാടകീയമായിട്ട് ഈ പ്രശ്നത്തിനകത്തുനിന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണം, പള്ളിയില്ലാത്ത കാലം, ബൈബിളില്ലാത്ത കാലം, പുരോഹിതന്മാരില്ലാത്ത കാലത്ത് വിശുദ്ധിക്കാൻ എന്തെങ്കിലും ഒരു അവാർഡിന് അർഹനല്ല ഇയ്യോബ്. അത്രയൊക്കെ ചിന്തിക്കണം. അപ്പൊ ഞാൻ പറയുന്നത് ഞായറാഴ്ച സഭായമുള്ളതിന്റെ പേരിലും ബൈബിള് കയ്യിലിരിക്കുന്നതിലും മാത്രം നമ്മൾ പരിപോഷിപ്പിച്ച് പരിപാലിച്ച് നടത്തുന്ന അണ്ടറല്ല നമ്മുടെ വിശുദ്ധി. മനസ്സിലാക്കുന്നുണ്ടോ? ബൈബിള് കയ്യിലില്ലാത്തപ്പോഴും സഭായോഗം ഇല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ പരിപാലിക്കേണ്ടതാണ് നമ്മുടെ വിശുദ്ധി. സ്വത്രം. അങ്ങനെ ഒരിക്കൽ സ്വർഗത്തിൽ ദൂതന്മാര് ദൈവസ്ഥലത്ത് നിൽക്കാൻ ചെന്നപ്പോ പിശാചും അവിടെ കയറി നിൽക്കാൻ ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മുടെ പിള്ളേരൊക്കെ അഡ്വാൻസ് ആണ്, ലോജിക്ക് ഒത്തിരി ഉള്ളവരാണ് അല്ലേ? നമ്മൾ ചിന്തിച്ചേച്ച സ്വോത്രം പറയും. അങ്ങനെ നമ്മൾ കയറി സ്വോത്രം പറയുകയില്ല. അപ്പം യുക്തിപരമായിട്ട് ചിന്തിച്ചാലേ ഈ സ്വർഗത്തിൽ പിശാചിന് കയറാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണം. എന്തെങ്കിലും സമാധാനം പറഞ്ഞു. പണ്ടൊരു ചെറുക്കം പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ പോകുന്നില്ല. അപ്പൊ പാശു വെച്ചാൽ ഞാൻ പോകുന്നില്ല. എടാ എല്ലാ ആഴ്ചയും സ്വർഗത്തെക്കുറിച്ച് നിത്യത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് പോകുന്നില്ലെന്നോ? ഞാൻ പോകുന്നില്ല. അപ്പൊ പറഞ്ഞു ഞാനിതാ സഭയിലെ മൂപ്പന്മാരെ കൊണ്ട് പുറത്തും കൂട്ടി സ്വർഗത്തിലാണ് 24 എണ്ണം ഇരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല സ്വർഗത്തിലൂടെ. അപ്പൊ പാസ് പറഞ്ഞു മോനെ സഭയിലെ വകുപ്പല്ല വിളിക്കുന്നത് വേറെ സംഭവം.
അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പിള്ളേരുടെ കാലത്ത് ലോജിക്ക് ചിന്തിച്ചാൽ സ്വർഗത്തിൽ പിശാചിന് കയറാക്കി പിന്നെ നമ്മളെ കൊണ്ട് പോണ മോനെ എന്തെങ്കിലും സമാധാനം പറ. അപ്പൊ ഇവിടെ നമുക്ക് ഈ സ്വർഗത്തെ കുറിച്ചൊരു പഠനം ആവശ്യമാണ്. സ്വർഗം ഒന്നല്ലെന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നതാണ്. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടെന്നും സ്വർഗാന സ്വർഗത്തിന്റെ മീതെ കയറിയെന്നൊക്കെ പറയുന്നത് സ്വർഗം ഒന്നല്ല, സ്വർഗം ഒന്നുണ്ട്, മൂന്നോ. അതിനൊരു പ്രത്യേക ഭാഗത്ത് പിശാചിന് പ്രവർത്തിക്കാൻ ഒരു സ്വാതന്ത്ര്യം എൻ്റെ ദൈവം കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് എന്നോട് ആശപ്പാത്തോടും ജോലി പാസും ചോദിച്ചാൽ വ്യക്തമായിട്ടൊന്നും പറയാൻ അവിടെ ചെല്ലുമ്പോൾ കർത്താവിനോട് ഞാനോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് കുറിയാം. ഞാൻ 2-3 വാക്യം കൊണ്ട് പറയാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങളെയും അവർ ഉയർപ്പിച്ച് അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിലും തമിഴ് കൂടെ വായിച്ചേ. എഫേസ്യർ 2:1. ആകാശത്തിലെ അധികാരം, ആകാശത്തിലെ അധികാരം. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന അങ്ങനെ മോനെ ഹെവൻസ് എന്നല്ലേ ആണോ? പവർ ഓഫ് എയർ, അന്തരീക്ഷം. സ്വർഗമാണ്. ആ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ പിശാചിന് പ്രവർത്തിക്കാൻ ഒരു സർവ്വസാധന കർത്ത കൊടുത്തിട്ടുണ്ട്. ഇനിയും എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എഫേസ്യർ 6:10. ഒടുവിൽ കർത്താവിനവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വായുധവർഗ്ഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പൊ ഇത് നമ്മളെത്ര ശാസിച്ചാലും ഭസിച്ചാലും ഒന്നും ഈ ശക്തി അവിടെ പോകുക. കടന്നക്കൂടെ കിടക്കുന്നവരിലൂടെ കിടക്കും. ഇനി ഇതെന്ന് തീരുമെന്ന് ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞ് ആ ഭാഗം വിടാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിച്ചാട്ടെ. പിന്നെ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായ മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ലതാണ്. സ്വർഗ്ഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. അവിടെ വരെ യുദ്ധം, അവിടെ വരെ നീണ്ടു ഇതിന്റെ ആയുസ്. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും മഹാസർപ്പം തമ്മിൽ പടവെട്ടി. പിന്നെ അതിന്റെ സ്ഥലം അവിടെ കണ്ടില്ല. അപ്പൊ ഇത്രത്തോളം കാലം ഇത് പ്രവർത്തിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ദൈവത്തോട് പറയാൻ വേണ്ടി എപ്പോഴും എന്ത് ചെയ്യുക? സദാ സന്നദ്ധനായി നിൽക്കുക. ഒരു ഭാഷ കൊണ്ട് പറഞ്ഞത് നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ ദൂതന്മാർ ഡ്യൂട്ടിക്കുണ്ടെന്നാണ്. കേട്ടിട്ട് വല്ല ഭയം ഉണ്ടാകുന്നുണ്ടോ? ഇനി അദ്ദേഹം പറഞ്ഞൊരു മറ്റൊരു ചിന്തയുണ്ട്. ഒരു ദിവസം നമ്മുടെ കൂടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ദൂതൻ പിറ്റേ ദിവസം നമ്മുടെ നിൽക്കത്തില്ലെന്നാണ്. സ്തോത്രം. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായത ഈ നമ്മുടെ ഈ പരുവക്കേട് ഉടായ്പെല്ലാം കാണിച്ച് രാത്രി കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ സകല പ്രവർത്തിയുടെ റിപ്പോർട്ടുമായിട്ട് ദൂതൻ ചെന്ന് യേശുവിന്റെ കാൽക്കരട്ട് വിണ്ണച്ച് പറയും, മേലാൽ അനീഷിന്റെ കൂടെ ഡ്യൂട്ടിക്ക് ഇട്ടേക്കത്. കാരണം എൻ്റെ ഉടായ്പ ദൂതൻ അറിയാം. സ്തോത്രം. അപ്പൊ നമ്മളെ കുറിച്ച് നല്ലതൊന്നും പറയാനല്ല ആരിയ്ക്കുന്നത്, ഈ പിശാചിരിക്കുന്നത്. എവിടെങ്കിലും ഒരു ക്രമക്കേടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയെ മറുപടിയെ തടയാൻ, നമ്മുടേതായിരിക്കും നിലനിൽപ്പിനെതിരെ വെല്ലുവിളിക്കാൻ ഇത് അന്നും ഇന്നും പ്രവർത്തിക്കും. ഇല്ലേ? പുതിയ പുതിയ തെളിവുണ്ടല്ലോ. പത്രോസ് സ്വർഗരാജ്യത്തിന് താക്കോല് പോക്കറ്റിട്ടപ്പോൾ ഇവൻ അറിയാത്ത മണ്ഡലത്തിൽ ചെന്ന് യേശുവിനോട് പറഞ്ഞു, അവനെ ഒന്ന് ഇങ്ങോട്ട് തരാമോ? സ്വർഗരാജ്യത്തിന്റെ താക്കോല് പോക്കറ്റിൽ കിടക്കുന്നതിനെ വെല്ലുവിളിച്ചെങ്കിൽ ഈ കീറിയ പോക്കറ്റുകളടക്കം നമ്മളെ എത്രയധികം. ദൈവം പറഞ്ഞു, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ നിനക്ക് പകരം അപേക്ഷിച്ചു. അപ്പോൾ ഉറപ്പാണ് നമുക്കിതൊരു ലോകം ചലിക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകത എന്താണ്? നമ്മുടെ വാക്ക്, നമ്മുടെ നോട്ടം, നമ്മുടെ പ്രവൃത്തി ഇതെല്ലാം ആരോപണമായിട്ട് ആരോട് പറയുകയാണ്? പിതാവിനോട് പറയുക. സ്വതന്ത്രം. അപ്പം ഞാൻ എന്നെ അങ്ങ് പറഞ്ഞു നടത്തുക. അപ്പം ഞാനിങ്ങനെ സ്വതന്ത്രം എന്തെങ്കിലുമൊക്കെ കുഴപ്പമിച്ച് പോട്ടെ, ഒരു ഡേറ്റിലൊന്നും ഞാൻ പോയില്ല. അപ്പം പിശാച് എന്ന് പറഞ്ഞു, പുള്ളി ഭയങ്കര പ്രസംഗമൊക്കെ ആയിരുന്നു. പിശാച് പറയാ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഡേറ്റ് എടുത്തിട്ട് പുള്ളി പോയിട്ട് പനിയാണെന്ന് പറഞ്ഞ് കള്ളപ്പെട്ട് കിടന്നു. ഇത് പറഞ്ഞിട്ട് പിശാച് അങ്ങോട്ട് മാറുമ്പോൾ യേശു അടുക്കൽ ചെന്ന് ചോദിച്ചു, എന്തോ അമ്മന്ന് പറഞ്ഞേ? നീ പറഞ്ഞ അനീഷ് എന്ന് പറഞ്ഞ പുള്ളി തിരുവനന്തപുരം ഡേറ്റ് കൊടുത്തിട്ട് പോയില്ല, പനിയാണെന്ന് പറഞ്ഞ് കള്ളപ്പെട്ട് കിടന്നു. യേശു അല്പം വിളിച്ച് ശാന്തമായിട്ട് പറഞ്ഞു, ശരിയാ, ഈ
ഇച്ചിരി ഉടായ്പ കാണിച്ച വിഷയത്തിൽ തള്ളിക്കളയരുത്. എൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. സ്തോത്രം. എൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. നിന്നതല്ല നിർത്തതാണൊക്കെ പാടുമ്പോൾ ഈ ചിന്തയോടെ വെച്ചേ പാടാം. സ്തോത്രം. പലപ്പോഴും നിന്നെ വെട്ടിക്കളയാൻ പിശാച് അണിയറയിൽ പദ്ധതി ആസൂത്രണം ചെയ്തപ്പോഴും നമുക്ക് വേണ്ടി പാരക്ലിറ്റോസായി നിന്ന അവൻ പ്രവർത്തിച്ചൊരു നല്ല ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുമ്പോൾ. എത്ര പൈശാചിക ശക്തികൾ നിനക്കെതിരെ പ്രബലമായാലും നിന്റെ നിലനിൽപ്പിനെ വേണ്ടി വാദിക്കുന്ന ഒരു സ്വർഗീയ ഗവൺമെന്റ് ഉണ്ടെന്നുള്ള ആ ചിന്ത ഇന്ന് രാത്രി മറന്നു പോകരുത്. അപ്പൊ ഈ പിശാച് വന്ന ദൈവത്തോട് പറയുകയാണ്, വന്നപ്പോഴേ ദൈവം ഒരു ചോദ്യം ചോദിച്ചു, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, വളരെ തൂക്കമുള്ള പ്രയോഗമാണ്. ഊഷ്ണേഷത്തിന്റെ മണത്തരികൾക്ക് മാത്രമല്ല, സ്വർഗത്തിനും ഇയ്യോബ് ഒരു പരിചിതനായിരുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, മൂന്നാറിന്റെ മണ്ണിൽ നമ്മെ ആരൊക്കെ അറിയുന്നുണ്ട് എന്നുള്ളതല്ല പ്രാർത്ഥിക്കുന്നവന്റെ ആവേശം. നമ്മെ സ്വർഗം അറിയുന്നതാണ് ദൈവസന നമുക്ക് ഏറ്റവും വലിയുള്ള പ്രാഗൽഭ്യമുള്ള ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവമക്കളെ നിങ്ങളോട് പറയാം, ഈ നാട്ടിലോ ലോകത്തിലോ രാജ്യത്തോ നമ്മെ ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. സ്വതന്ത്രം. ഇനി ഇതിന്റെ ഒരു ഭാവികാല ദുരന്ത ചിത്രം കൂടെ പറയാതെ പോലെ ശരിയാകില്ല. യേശു അറിയുന്നവരാണ് നമ്മളെന്നുള്ള തന്റെ ഇടമാണ് നമ്മുടെ ആത്മീയതയുടെ പ്രാഗൽഭ്യം. സ്വതന്ത്രം. അടുത്തിരിക്കുന്നവർ അറിഞ്ഞില്ലെങ്കിലും കൂട്ടുകാരും കുടുംബക്കാരും അറിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ അറിയുന്നൊരു സ്വർഗമുണ്ട്. അതാണ് ഇന്ന് രാത്രിയിൽ നമ്മളെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നത്. അതാണ് ഉപസിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. അതാണ് സ്തോത്രം പറയാൻ നമ്മളെ പേടിപ്പിച്ചത്. അതാണ് ആത്മഹത്യ ചെയ്യാത്തത്. അതിന്റെ കാര്യം മറ്റൊന്നുമല്ല. ഇയ്യോബ് പറഞ്ഞൊരു വെളിപ്പാടുണ്ട്, ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലുമുണ്ട്. സ്വതന്ത്രം. നിനക്ക് ആരുണ്ടെന്നൊക്കെ ആരൊക്കെ ചോദിച്ചാലും നെഞ്ചു നിവർത്തി പറയണം, എനിക്കൊരു ദൈവം സ്വർഗത്തിലുണ്ട്. സ്വതന്ത്രം. എനിക്കൊരു ദൈവമുണ്ട്, സ്വർഗത്തിലുണ്ട്. നീതി കിട്ടാത്ത ലോകത്തില്, ആരും ഒരു അനുകൂല നിലപാട് പറയാത്ത കാലത്തില് ഈ ഭക്തൻ നെഞ്ചു വിരിച്ച് പറയുക, എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ, എന്റെ കുറ്റമില്ലായി തെളിയിക്കാൻ എന്റെ സഹോദരിയില്ല, എന്റെ കുഞ്ഞുങ്ങളില്ല, എന്റെ കൂട്ടുകാരില്ല, എന്റെ സമൂഹമില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ആരെ ആരാധിച്ചോ, ഞാൻ ആരെ ഉയർത്തി നിർത്തിയോ, എനിക്ക് വേണ്ടി നീതി പറയാം, എനിക്ക് വേണ്ടി പ്രോത്സാഹനം പറയാം, എനിക്ക് വേണ്ടി ആമേൻ പറയാം, എനിക്ക് കൂട്ടാളിയാൽ ഒരു സ്വർഗമുണ്ട്. സ്വതന്ത്രം. പ്രതിസന്ധിയുടെ നടുവിൽ ഗുഹയ്ക്കകത്തോട്ട് കയറി പോകുമ്പോൾ നൂറ്റാണ്ടുകളുടെ ഭക്തനായിരിക്കുന്ന ദാവീദ് ഒരു രോദനത്തിന് വാക്ക് പറഞ്ഞു, വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ, ശരണം എനിക്ക് പോയിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതാനില്ല. ഒരു കാലഘട്ടത്തിൽ ഇസ്രായേൽ ലോകത്തിൽ മുഴുവനും മനതിലൊരു പാട്ടുണ്ട്, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. പ്രതിസന്ധിയുടെ നടുവിൽ എല്ലാവരും അറിഞ്ഞു. അവൻ ഉയർച്ചയുടെ നടുവിൽ നേട്ടങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാവരും അറിഞ്ഞു. തന്റെ നിസ്സഹായാവസ്ഥയിൽ അവനെ ആരും അറിയാതിരുന്നപ്പോൾ അവന് വേണ്ടി ഇറങ്ങി വന്നൊരു സ്വർഗം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ നിസ്സഹായ അവസ്ഥയ്ക്കകത്ത്, നിന്റെ ഏകാന്തതയ്ക്കകത്ത്, നിന്റെ ഒറ്റപ്പെട്ട അവസ്ഥയ്ക്കകത്ത് അവൻ നിന്നെ മറക്കത്തില്ല. അവൻ നിന്നെ അറിയുന്ന ദൈവമാണ്. ഈജിപ്തിന്റെ മരുമണ്ണിൽ ഇറങ്ങി വന്ന് എന്റെ ജനത്തെ അറിയുന്നെന്ന് പറഞ്ഞ ആ ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് പറവന്റെ ചാട്ടവാർ പുറമടിച്ചു കുടിക്കുമ്പോൾ, നീതി നിഷേധിക്കപ്പെട്ട കാലത്ത് ഞങ്ങളെ അറിയാൻ ആരുമില്ല എന്ന് ചോദിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ജനത്തെ ഞാൻ അറിയുന്നു, അവരുടെ കഷ്ടതകൾ ഞാൻ കാണുന്നു, അവരുടെ വേദനകൾ ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി എന്നെ അറിയാൻ ആരുമില്ലേ എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? അഭിമാനത്തോടെ വിളിച്ചു പറ, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അപ്പോ യേശു അമ്മയെ അറിയുന്നെന്ന് പറയുമ്പോഴും യേശു അറിയാത്തൊരു പെന്തക്കോസ് ഇവിടെ വളർന്നു വരുന്നുണ്ട്. യേശു അറിയാത്തൊരു പെന്തക്കോസ്. ഇനി ഞാൻ കുറച്ചുകൂടെ സാഹിത്യപരമായിട്ട് പറഞ്ഞാല്, യേശു അറിയാത്തൊരു ആധ്യാത്മിക ലോകം ഇവിടെ വളർന്നു വരും. ആ ലോകത്തെ കണ്ടുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. കടശയിൽ യേശു പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. കണ്ടോ, യേശു അറിയാത്തൊരു പെന്തക്കോസ്. ഈ സഭയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പ്രസ്ഥാനമോ നമ്മുടെ നേതൃത്വങ്ങളോ ഒന്നും നമ്മെ അറിഞ്ഞില്ലേലും ഇന്ന് രാത്രി അകതാരിൽ ഉള്ളുതിറങ്ങി പ്രാർത്ഥിക്കണം, എന്റെ കർത്താവ് ഇന്ന് രാത്രി എന്നെ അറിയണം, എന്റെ ഉള്ളയവൻ ഇന്ന് രാത്രി എന്നെ അറിയണം. എന്റെ യേശു അറിയുന്നതാണ് എന്റെ ജീവിതത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത്. യേശു നമ്മെ അറിയണം. ഇനി രണ്ടാമത്തെ ഗതികേട്, പിശാച് അറിയാത്തൊരു പെന്തക്കോസ് ഇവിടെ എന്ത് ചെയ്യുന്നു? പാരലായിട്ട് വളർന്നു വരിക. പിശാച് അറിയാത്ത ഒരു പെന്തക്കോസ്. ഇനി ശ്രദ്ധിക്കണം, അതിന്റെ തെളിവിതാണ് പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നു.
ഈ 2-3 പേര് ഭൂതത്തെ പുറത്താക്കാൻ, ഈ ഭൂതം ഈ ഇറക്കാൻ എന്നവരെ കണ്ടിട്ട് ഭൂതം ചോദിക്കുക, യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം. അടുത്ത ചോദ്യം, ഹൂ ആർ യു? അപ്പൊ പിശാചറിയാത്ത ആൾക്കാരുണ്ടെന്നുള്ള കാര്യം സത്യമല്ലേ? സ്വതന്ത്രം. പണ്ടൊരു നാടകം നടക്കുന്നു, വിഷയം യേശുവിൻ്റെ ജീവചരിത്രം. അപ്പോൾ യേശുവായിട്ടൊരുത്ത് ഡാഡിയൊക്കെ വെച്ച് ഒട്ടിച്ച് നൈറ്റൊക്കെ ഇട്ട് ഒരു ഷാള് ഒരു സൈഡിലോട്ടിട്ട് അപ്പുറത്ത് നിൽക്കുന്നു. റോളാമ്മ കയറാൻ നിൽക്കുക. ഇപ്പുറത്ത് സാത്താനായിട്ട് വേഷം കെട്ടി മുഖംമൂടിയൊക്കെ വെച്ച് കറുത്ത രൂപത്തിൽ പിശാച് നിൽക്കുന്നു. സ്റ്റേജ് കത്തി. സ്റ്റേജ് പെട്ടെന്ന് കത്തിയപ്പം യേശു തെക്കോട്ടോടി, പിശാച് വടക്കോട്ടോടി. അപ്പോൾ ഈ മുഖംമൂടി വെച്ചുള്ള ഓട്ടമായിരുന്നു പിശാചിൻ്റെ ഓട്ടം. ഓടിച്ചെന്ന് കയറിയപ്പോഴാണ് കണ്ടത് ഒരു പെന്തക്കോസ് കോളാണ്. ഇവനെ കണ്ടത് പാസ്റ്റർ ഇറങ്ങി കൂടി. സ്വതന്ത്രം. കാരണം പിശാചിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ആദ്യമല്ല ലൈവായിട്ട് ഈ പിശാചിനെ കണ്ടപ്പോൾ ഇറങ്ങിയ മൂടി. അപ്പോൾ പാസ്വേഡ് എന്ന് കണ്ട എന്താ ഓടിയതാ? ചിലപ്പോൾ പിശാചി നോക്കിയപ്പോൾ അന്നേറ്റിൻ്റെ ഗ്ലോറി എല്ലാം വഴിയില്ലാത്തടത്തുള്ള വഴി വെട്ടി. സ്തോത്രം. അങ്ങനെ അവിടെ റോഡായി. വഴി വെട്ടി ഓടിക്കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് നിൽക്കുന്നതിൽ അമ്മച്ചി മാത്രം എന്ത് ചെയ്തില്ല, ഓടിയില്ല. ഓടാതെ വന്നപ്പോൾ ഇവര് എല്ലാം കൂടെ ഓടുന്നുണ്ടപ്പോൾ രസമായിട്ട് കണ്ണുണ്ട്. എല്ലാവരും കൂടി നിങ്ങൾ എന്നെ ഓടാൻ വെച്ചാൽ അമ്മച്ചി അയ്യോ എന്നൊന്നും ചെയ്യരുത്, ഇതെൻ്റെ പായ. ഇത് മരിച്ചിട്ട് ഓടാൻ വയ്യാത്തതുകൊണ്ട് ഞാനങ്ങ് ഇപ്പം നിങ്ങൾ മനസ്സിലായി. ചിലർ സഭയോട്ട് പോകാത്ത കാര്യം മനസ്സിലായി. അവർ മേടിച്ച ടൈലും അവർ മേടിച്ച ബോക്സും അവർ മേടിച്ച തമ്പാലും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അവർ സഭയോട്ട് പോകാതെ എത്ര വഴക്കുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ അങ്ങനൊന്നും പോകത്തില്ല, ഞാൻ മേടിച്ച്. ഇന്ന് പിക്കാസ് വല്ലതും ഉണ്ടെങ്കിൽ കുത്തിപ്പിടിച്ച് കൊടുത്താൽ 10 പേരിനകത്ത് കയറും. അപ്പം നമ്മളിങ്ങനെ പലപ്പോഴും അവകാശം പറയാം, ഞാൻ മേടിച്ച തമ്പേർ അവിടെ കിടക്കും, ഞാൻ മേടിച്ച ടൈൽ അവിടെ കിടക്കുന്നു, ഞാൻ മേടിച്ച ഫാന്. കഴിഞ്ഞിടയ്ക്ക് ഒരു വിശ്വാസി ഒരു പാസ്വേഡ് എന്ന് പറഞ്ഞു, പാസ് ഫാൻ നടിക്കണമെന്ന്. അപ്പോൾ പാസ് പറഞ്ഞാൽ അച്ഛാ കുഴപ്പമൊന്നുമില്ല, കറങ്ങുന്നുണ്ടല്ലോ, അതിനല്ലെന്ന്. പിന്നെ എൻ്റെ പേരൊന്ന് എഴുതാനാണ്. അപ്പോൾ പാസ് പറഞ്ഞ അച്ഛാ എഴുതിയിട്ട് കാര്യമില്ല, കറങ്ങുന്നുണ്ട് കാണുകയില്ല, എന്നാൽ പിന്നെ വേണ്ടത്. സ്വതന്ത്രം. അപ്പോൾ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടില്ല. സഭയ്ക്ക് കൊടുത്തേക്ക് അവകാശം പറയരുത്. മേടിച്ചുകൊണ്ട് സഭയുടെ ഗോളിന്റെ വാതൊക്കെ വരെ വരുന്നത് നമ്മുടെ തന്നെ. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ദൈവത്തിൻ്റെതാണ്. നിങ്ങൾ ഈ പഠിക്കുമ്പോൾ സമാഗമന കൂടാരം പഠിച്ചൊരു പ്രത്യേകത കാണാം. എല്ലാ സാധനവും അവിടെ അഭിഷേകം ചെയ്ത സ്പൂണ് പോലും എന്തിനാ അറിയോ? ഗ്ലോറിയിൽ നിന്ന് സ്പൂണ് മേടിച്ചോണ്ട് പേരെടുത്തോണ്ട് നമ്പരാൻ അറിയാം. സഭയ്ക്കകത്ത് വന്നാൽ പിന്നെ ഒരുത്തിന് അവകാശം പറയിക്കാൻ സ്പൂണ് പോലും അഭിഷേകം. സ്വതന്ത്രം പറഞ്ഞത്. അപ്പോ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തേച്ച് നമ്മൾ അവകാശം പറയരുത്. ഞാൻ മേടിച്ച ഡ്രമ്മെന്നോ, ഞാൻ മേടിച്ച ഫാനെന്നോ, ഞാൻ മേടിച്ച ബോക്സെന്നോ പറയരുത്. അങ്ങനെ മേടിച്ചു കൊടുത്തവർ നിങ്ങളല്ല കേട്ടോ, നിങ്ങളാരും പ്രതിവരുത്. ഞാൻ ചങ്ങലൂരുടെ കാര്യം പറയാം. ഇങ്ങനെയുള്ളവരൊക്കെ സഭയോട്ട് കയറി വരുമ്പോൾ നോക്കുന്ന പാസയുടെ മുഖത്തോട്ടല്ല, പുള്ളിയോട് മേടിച്ച കസേരയോടെ കിടക്കണം, അത് നോക്കി വരുന്നത്. സ്വതന്ത്രം. ഞാൻ മേടിച്ച തമ്മിലോട് ഇരിപ്പുണ്ടോ, ബോക്സ് ഇരിപ്പുണ്ടോ, അത് നമ്മൾ തിരിച്ചു നോക്കുന്നു, നമുക്ക് പൊടിയാണല്ലോ എന്നൊക്കെ പറയും. എന്തിനായി നീ മേടിച്ചു കൊടുത്തത്? സ്വതന്ത്രം. മേടിച്ചു കൊടുത്തിട്ട് അവകാശം പറയരുത്. ഞാൻ മറ്റു അവസാനം പറയാം, എന്നെ ഒന്നും ചെയ്യരുത്. പാസ് പ്രസംഗത്തിൽ കൂടെ നിന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞെന്നറിയാവോ? സാക്ഷ്യം പറഞ്ഞ ലില്ലി ഗ്ലോറി സാക്ഷ്യം നിന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞെന്നറിയാവോ? ഞാൻ ഇറങ്ങിത്തിരിച്ച കാലം മുതൽ നിന്നെ കുറിച്ച് ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, പിശാചിന് ഒരു ശല്യമില്ലാത്ത കുറെ ദൈവമക്കളുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി യോഗത്തിൽ വന്ന് നിഷ്കരനായിട്ട് ഒരു കാര്യമില്ല. ഒന്നിന് കീബോർഡെങ്കിലും തന്നെ പൊട്ടിച്ചു പോകണം. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നവനെ പിശാചിനറിയാം, അഭിഷേകമുള്ളവനെ പിശാചിനറിയാം, കൃപയുള്ളവനെ പിശാചിനറിയാം. ഇന്ന് രാത്രി അഭിഷേകത്തോട് പറ, അകാരണമായ ഒരു പ്രതിസന്ധി ചില നിന്റെ നേരെ തൊടുത്തു വിടുന്നെങ്കിൽ അത് നിന്റെ സൗന്ദര്യത്തോടുള്ള പോരാട്ടമല്ല, നിന്റെ അഭിഷേകത്തോടുള്ള പോരാട്ടമാണ്. പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ, ഈ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് ചില വ്യക്തികൾ നിനക്കെതിരായി മാറുമ്പോൾ ഇന്ന് രാത്രി എഴുതി വെച്ചോണം, അത് നിന്റെ പ്രാർത്ഥനയോടുള്ള പോരാട്ടമാണ്. നിന്റെ അഭിഷേകത്തോട്, നിന്റെ ജീവിതത്തെ, ആത്മീക ജീവിതത്തിലെ ഭൗതിക ജോലിയോടല്ല പോരാട്ടം, നിന്റെ ഔദ്യോഗിക മേഖലയോടല്ല പോരാട്ടം, നിന്റെ പ്രാർത്ഥനയോടാണ്. ഈ സ്വർഗ്ഗത്തിന്റെ ഗുഹ ഒരുങ്ങിയതും നിനക്കെതിരെ രേഖയുണ്ടായതും നിന്റെ ജോലി സംബന്ധമായിട്ടല്ല, നിന്റെ പ്രാർത്ഥനയെ തകർക്കാനാ. ഇന്ന് രാത്രി ഞാൻ ആത്മാവി കൈമാറുന്നു. പ്രാർത്ഥനാ ജീവിതത്തെ തകർത്തുകൊണ്ട് ആത്മീക ജീവിതത്തിന് കൂച്ചുമരങ്ങിട്ട് നിന്നെ ഒരു ശേഷം മനുഷ്യരാക്കാൻ കഴിവരുന്ന ചില ഗതികെട്ട വെല്ലുവിളികളെ ഇന്ന് രാത്രി അതിനെ അടിവേരറുത്ത് നിന്നെ പുറത്തെടുക്കുന്ന ഒരഭിഷേകം ഇന്ന് രാത്രി യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഒരു വലിയ പുറത്തുവരവ്. സ്വതന്ത്രം. അപ്പം ദൈവം ചോദിച്ചു, എന്റെ ദാസനായ യോബിന് നീ ദൃഷ്ടി വെച്ചു. അടുത്ത വാരം നീ അവനും അവനുള്ള അകലത്തിലും വേര് കെട്ടി തുടി. ഞാനൊരു നവീന ദൈവശാസ്ത്രം ഒന്നും പറയല്ല. പ്രാർത്ഥിക്കുന്നവനെ മാത്രമല്ല,
അവനുള്ളതിനെ കൂടെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ഇത് രാത്രി എഴുതി വെച്ചോണം. നിനക്ക് വരേണ്ട അവകാശം, നീ വിയർപ്പൊഴുക്കിയത്, നീ കണ്ണുനീരൊഴുക്കിയത്, ഇതൊന്നും മറ്റൊരു അവകാശത്തിൽ പോകാനല്ല. പ്രാർത്ഥിക്കുന്ന നിന്നെ മാത്രമല്ല, നിന്റെ അവകാശത്തെ സുരക്ഷിതമാക്കുന്ന, നിന്റെ അവകാശത്തെ സംരക്ഷിക്കുന്ന, നിനക്കുള്ളതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം. അതിനെ പറയുന്നു, ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിൽ ഇരിപ്പാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രി അഭിഷേകത്തോടെ പുറത്തു വരട്ടെ. നിന്റെ മേലുള്ള അവകാശങ്ങൾ ഈ രാത്രി പൊട്ടിക്കുകയാണ്. സ്വന്തം നമ്മെ മാത്രമല്ല, നമുക്കുള്ളതിനെ സംരക്ഷിക്കുന്നയോ അങ്ങനെ വിശ്വസിക്കണം. സ്വന്തം നിസാര കാര്യങ്ങളിൽ പോലും അതുണ്ടെന്ന് വിശ്വസിക്കണം. വിശപ്പിന്റെ ആധിക്യം തോടിച്ചെന്ന് ഹോട്ടലോട് കയറി കഴിച്ചുകൊണ്ടിരിക്കുക. കുഴിമന്തി പകുതി കഴിച്ചപ്പോഴെടുത്ത് ബൈക്കിൽ താക്കോലെടുത്തില്ല. ഇറങ്ങി പോകാനൊക്കെ കുഴിമന്തി കുഴിക്കാത്ത കിടക്കായി ഏതായാലും പോയാൽ ഫോട്ടോ നടത്ത് അത് മൊത്തം വെട്ടിയടിച്ച് ചെന്നപ്പോൾ കൃപയാണ് താക്കോലാരും കണ്ടില്ല. സ്വോത്രം പറഞ്ഞാൽ സ്വോത്രം പറയാമോ? നമ്മെ മാത്രമല്ല, നമുക്കുള്ളതിനെ കൂടെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പ്രവചനമായിട്ട് ദൂതേറ്റെടുത്തോണം. നിന്റെ കണ്ണുനീരും നിന്റെ വിയർപ്പും ഇടത് നിന്റെ വസ്തു, നിന്റെ ഭവനം, നിന്റെ തലമുറ. ഇത് പിശാചിന് അവകാശം പറയാനുള്ളതല്ല, രാഷ്ട്രീയ പാർട്ടിക്ക് അവകാശം പറയാനുള്ളതല്ല, പാരമ്പര്യത്തെ തകർക്കാനുള്ളതല്ല. പ്രാർത്ഥിക്കുന്ന നിന്നെ മാത്രമല്ല, നിന്നെക്കുള്ളതിനെ കൂടെ സംരക്ഷിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന്റെ പരിപാലനത്തിന്റെ രാത്രിയിൽ ഇതിനകത്ത് സ്വർഗ്ഗം തുറന്നു വിടുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി ഈ വചനത്തിലൂടെ വെളിപ്പെട്ടു വരട്ടെ. പെട്ടെന്ന് ഈ കള്ളപ്പിശാച് പറയേ, ഇതൊക്കെ കൊണ്ടാണ് ഇവൻ ആരായിരിക്കുന്നത്? വിശുദ്ധരായി. ഈ മധുരം കൊണ്ട് പൊളിച്ചു കളഞ്ഞാൽ നിന്നെയും കളയും, പ്രാർത്ഥനയില്ല, പുള്ളി പോയി ചത്തുകളെ. അതവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ വാദം. ഇതങ്ങോട്ട് പറഞ്ഞു മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഇയ്യോബിന്റെ ഭാര്യ ഇതേ ഋതത്തിലും താളത്തിലും ഈ കാര്യം തന്നെ അച്ചായനോട്, നിങ്ങൾ പോയി ദൈവത്തെ തിരിച്ചു മരിക്കും. അപ്പൊ പിശാചിന്റെ വായിൽ നിന്ന് ഈ അമ്മാമ്മയുടെ വായിൽ എങ്ങനെ വന്നു? ഒരു സമാധാനം പറഞ്ഞു. അപ്പൊ ഈ അമ്മാമ്മയും പിശാചുമായിട്ട് എന്തോ ഒരു ടൈപ്പില്ലേ? സ്വതന്ത്രമില്ല. ഒരുവൻ ആത്മീയനാണെന്ന് തെളിയിക്കുന്നത് അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് കേട്ടാ. മനസ്സിലാകുന്നുണ്ടോ? ഈ നെഗറ്റീവ് പറയുന്നവന്റെ തോളത്ത് കൈയിടരുത്. നമ്മുടെ അവസാനം ചോദ്യചിഹ്നമായി പോകും. സ്വതന്ത്രമില്ല. പോസിറ്റീവ് പറയുന്നവന് കൈ കൊടുത്തോ. എന്ത് ചെയ്യണം? പോസിറ്റീവ് പറയും. സ്വതന്ത്രം. പാസ് പറയാതിരിക്കട്ടെ. ഇപ്പൊ 2 ദിവസം പാസ് വരുന്നുണ്ട്. ദൈവം ഒരു നിയോഗം തന്നിരിക്കുന്നു, നമുക്കൊരു 3 ദിവസം കൺവേർഷൻ. ഈ പുള്ളിക്കൊരു ചെലവില്ലോ, അത് പ്രാർത്ഥനയും. സ്വതന്ത്രം. വെളിപ്പാടുള്ളവനും കാഴ്ചപ്പാടുള്ളവരും പാസ് തുടങ്ങി, ഞങ്ങൾ പുറകിലുള്ളൂ. ഈ കനാന്തേശം ഒറ്റുനോക്കാൻ കുറെ പുള്ളികളെ മോശം വിട്ടു. ഇമാരവിടെ പോയി മുന്തിരിക്കോലെല്ലാം അവിടെ കഴിച്ചു, അവിടുന്നേ കഴിച്ചാ വരുന്നു. കഴിച്ച് വന്നേച്ച് ഗതികെട്ടവന്മാർ പറയാ, അങ്ങോട്ടാ പോ. അനാഖ്യമല്ലന്മാരുണ്ടെന്ന് അവരുടെ കാഴ്ചക്ക് ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. പക്ഷെ വെളിപ്പാടുള്ളവൻ പറഞ്ഞു, എടാ കർത്താവ് നമ്മോട് പറഞ്ഞതാണെങ്കിൽ നമ്മളെ ദേശത്ത് കാല് കുത്തും. സ്വതന്ത്രം. പോസിറ്റീവ് പറയുന്ന കാലേവന്മാർ എഴുന്നേൽക്കണം. എടാ ദൈവം നമ്മോട് പറഞ്ഞതാണെങ്കിൽ നമ്മുടെ കാൽ അവിടെ വെക്കുമെന്ന്. സ്വതന്ത്രം. ഞാൻ പറയാനുണ്ടോ? നമ്മളോട് ദൈവം പറഞ്ഞ ദൂതൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോ. ഇതൊക്കെ നമ്മൾ നടക്കുമോ? ചെറ്റപ്പരക്കകത്ത് കിടക്കുമ്പോൾ എന്നോട് തോന്നുന്നു കാറ് തരും. ഞാൻ ജീവിച്ചു. സൈക്കിൾ പോലും മേടിക്കാൻ പൈസ ഇല്ലാത്ത കാലത്ത്. സ്വതന്ത്രം. ഈ 43 വയസ്സ് 2 കാറ് മേടിച്ചു. ആർക്കും സന്തോഷമില്ല. ഞാൻ പറഞ്ഞത് ദൂതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവം ഒരാളോട് ദൂത് പറയുന്നത് സാഹചര്യങ്ങളുടെ അനുകൂല അവസ്ഥയിലല്ല. ദൈവം നമ്മോട് ദൂത് പറയുമ്പോൾ അത് നിറവേറാനുള്ളൊരു പ്ലാറ്റ്ഫോം നിനക്കില്ലെങ്കിലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. തമ്പുരാന്റെ ദൂതിന്റെ പ്രഖ്യാപനം സാധ്യതകളെ നോക്കിയല്ല. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേട്ടോണം. നിന്നോട് പറഞ്ഞ ദൂതം നിറവേറാൻ ഒരു സാധ്യതയുടെ കണിക പോലും അവശേഷിച്ചിട്ടില്ലെങ്കിലും വാഗ്ദത്തം നിവർത്തി അടുക്കുമ്പോൾ അതിനുള്ള പ്ലാറ്റ്ഫോം കൂടെ സ്വർഗ്ഗം നിനക്ക് വേണ്ടി ഒരുക്കുമെന്ന്. അത് വേണം. വചനമെഴുതിയിരിക്കുന്നു, സാറ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെ നിന്നി. അടുത്ത പ്രയോഗം. സ്വതന്ത്രം. ഗർഭോധാനത്തിനുള്ള ശക്തി പ്രാപിക്കുമ്പോൾ
അടുത്തിരിക്കുന്നുണ്ട്, പുത്രോത്പാദനത്തിനുള്ള ശക്തി പ്രാപിച്ചു. പണ്ട് എഴുതി വെച്ചൊരു വാക്യമുണ്ട്, സാറയ്ക്ക് സ്ത്രീകളുടെ പതിവ് നിന്നുപോയി. അതിലൂടെ പറയുന്നു, വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണിയപ്പോൾ നിറവേറേണ്ട ദൂതിന് വേണ്ടി അവിടെ ശരീരത്തെ ഇത് പ്രാപ്തമാക്കി. കേൾക്കണേ, നിന്നോട് പറഞ്ഞ ദൂത് നടക്കാൻ ഒരു സാധ്യത നിനക്കില്ലെന്നറിയാം. പക്ഷെ നിന്നോട് പറഞ്ഞവൻ വിശ്വസ്തനാണ്, നിന്നോട് പറഞ്ഞവൻ സർവശക്തനാണ്. ആ ദൂത് വെളിപ്പെടുമ്പോൾ അത് വെളിപ്പെടാനുള്ള പ്ലാറ്റ്ഫോം കൂടെ, അത് വെളിപ്പെടാനുള്ള നന്മ കൂടെ സ്വർഗ്ഗം നിനക്ക് തരുമെന്ന്. സൈക്കിളിന് പോലും കാറ്റടിക്കാൻ അല്ലാത്തപ്പോഴാണ് നമ്മൾ പറഞ്ഞ ബൈക്ക് കിട്ടുമെന്ന്. ആ സന്ദർഭത്തിൽ നിനക്ക് ബൈക്ക് തന്ന് 100 രൂപ പെട്രോൾ അടിക്കാൻ എന്നും തീരാതെ തന്നെങ്കിൽ ഇന്ന് കാറ് തന്നാലും അതിനടിക്കൽ പെട്രോൾ തരാൻ ദൈവശക്തനാണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. തമ്പുരാൻ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും അവൻ നിറവേറാനുള്ള പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കുന്നവനുമാണ്. സ്തോത്രമല്ലേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പുള്ളിക്കാർ പറയാം, ദൈവത്തെ തയ്ച്ച് നിങ്ങൾ പോയി എന്ത് ചെയ്യുക, മരിച്ചിടണം. ഇനി ശ്രദ്ധിച്ചേക്കണം, ആന്റിമാരെ കൊണ്ട് തല ഉയർത്തിക്കേ. ഒരു സ്നേഹമുള്ള ഭാര്യ പറയണ അങ്ങനെ ആണോ? അച്ഛാ, മക്കൾ 10 പോയി, എനിക്ക് പറയാൻ അച്ഛനും അച്ഛനെ പറയാൻ ഞാനേ ഉള്ളൂ. അച്ഛൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ട് മൊത്തം നമുക്ക് ഇച്ചിരി വിഷം മേടിച്ച് കഴിച്ച് മരിക്കാൻ നല്ലൊരു സ്നേഹമുള്ള ഭാര്യ പറയണ്ടേ? ഈ ഭാര്യ പറയാം, നിങ്ങൾ പോയി മരിച്ചോളാൻ. അപ്പം ഞാൻ നീ എന്നെ ചെയ്യും, ഞാൻ വേറെ സെറ്റാക്കി. സ്തോത്രം. ഞാൻ വേറെ അല്ല, പിന്നെ ഒന്നിച്ചാൽ മരിക്കണ്ടേ, ഇച്ചിരി വിഷം മേടിച്ച അച്ഛനും പോകാൻ ഞാനും നമുക്ക് ഒന്നിച്ചാൽ തീരാച്ച. മക്കൾ 10 പോയി, ഞാനാ പറയാനുള്ളൂ. ഈ പുള്ളിക്കാർ പറയാം, നിങ്ങൾ പോയി തീർന്നോളാൻ. അപ്പം ഞാൻ ചോദിച്ചാൽ ഞാൻ വേറെ സെറ്റായിക്കോളാം. അപ്പോൾ ഭാര്യയുടെ ആഗ്രഹം എന്താ? ഭാര്യയുടെ ആഗ്രഹം എന്നാ? ഇയ്യോബ് എങ്ങനെങ്കിലും തീരണം. നീ ശ്രദ്ധിച്ചേക്കണം. 3ാമത് കൂട്ടുകാരെല്ലാം കൂടെ വന്നു. ഒരു 7 ദിവസം നിലത്തിരുന്ന് ഒരു വാക്കുപോലും ഉരിയാടാൻ നിശബ്ദമായിരുന്നു. അവരുടെ ഭാഷണമില്ലാത്ത, വാക്കുകളില്ലാത്ത ആ മാനസികാവസ്ഥ ഞാൻ പഠിച്ചു. എനിക്ക് മനസ്സിലായി, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഇയ്യോബ് അവസാനിക്കും. പിശാചിൻ്റെ ആഗ്രഹം ഇയ്യോബിൻ്റെ അവസാനം, ഭാര്യയുടെ ആഗ്രഹം ഇയ്യോബിൻ്റെ അവസാനം, കൂട്ടുകാരുടെ ആഗ്രഹം ഇയ്യോബിൻ്റെ അവസാനം. പക്ഷെ ദൈവം വരുത്തിയ അവസാനം ഇയ്യോബിൻ്റെ അവസാനമല്ല. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിനെ എന്ത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞോ, അതിനെ കർത്താവ് അവസാനിപ്പിച്ചെങ്കിൽ എൻ്റെ ചിന്ത പുരോഗമിക്കുന്നു. വാഗ്ദത്തമുള്ള നിന്റെ അവസാനമല്ല, പ്രാർത്ഥിക്കുന്ന നിന്റെ അവസാനമല്ല, ഉപവസിച്ച നിന്റെ അവസാനമല്ല, നിന്നെ അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ചില വെല്ലുവിളികളെ ഇന്ന് രാത്രിയിലും അവസാനിപ്പിച്ചതിനെ പുറപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ രാത്രി ഇതിനകത്ത്. ഞാൻ ഈ വചനത്തിന്റെ പ്രവചന ശബ്ദത്തെ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിച്ച എൻ്റെ നിന്റെ അവസാനമല്ല, നിന്നെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞതിന്റെ പ്രതികൂലങ്ങളെ ദൈവം അവസാനിപ്പിക്കും. ഞാനതിൻ്റെ ഒരു ഒഴിവിലാശയോടെ പറഞ്ഞ ചിന്ത പുരോഗമിപ്പിക്കാം. ഈ പ്രസംഗം കൊണ്ട് ഒരു 100 വർഷം നിങ്ങളെ ജീവിപ്പിക്കാൻ എനിക്ക് ഉറപ്പൊന്നുമില്ല. പ്രസംഗിച്ച് വീട്ടിൽ ചെല്ലുന്നത് എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ ഞാൻ തരുന്ന ഉറപ്പിതാണ്, നിന്റെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം തീർന്നിട്ടില്ലെങ്കിൽ ഒന്നിനും നിന്നെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. തമ്പുരാൻ പറഞ്ഞ പ്രോമിസിനകത്ത്, തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത് നീയും നിന്റെ തലമുറയും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഒന്നിനും തീർക്കാൻ പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. സ്വതന്ത്രം സ്വതന്ത്രം. ഹല്ലേലൂയ. പത്മോസിന്റെ തലമുറയിലേക്ക് നാട് കടത്തപ്പെട്ട യോഹന്നാൻ തിരിച്ചു വരത്തില്ലെന്ന് ഡൊമീഷ്യന് നല്ലവണ്ണം അറിയാം. പോയവർ തിരിച്ചു വന്ന ചരിത്രമില്ല, അതാണ് അതിന്റെ ചരിത്രം. പക്ഷേ പത്മോസിലേക്ക് ചെന്ന യോഹന്നാൻ തിളച്ചു പറഞ്ഞ എണ്ണയ്ക്കകത്തൂടെ 40 വരെ രക്ഷപ്പെട്ടവൻ പത്മോസിൽ പോയപ്പോൾ ഇവന് മനസ്സിലായി, ആക്രമിക്കാൻ ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. പൊട്ടിത്തെറിക്കുന്ന പാറക്കൂട്ടങ്ങൾ, അനന്തവികാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന കടുക സഞ്ചയങ്ങൾ, ഒരു മനുഷ്യനെ കുത്തിയാൽ കിലോ കണക്കിന് മാംസങ്ങൾ കൊത്തിയെടുക്കാൻ കരുത്തുള്ള കടുകന്മാർ, ഇങ്ങനെ സംഹാര താണ്ഡവമാടി പറന്നു നടക്കുമ്പോൾ ചുറ്റും ചിതറിക്കിടക്കുന്ന അസ്ഥിപഞ്ജരങ്ങൾ. യോഹന്നാന് മുമ്പ് നാട് കടത്തപ്പെട്ട, ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ പിടഞ്ഞു വീണ് മരിച്ച ഒത്തിരി കരുത്തുള്ളാടികളുടെ ശവശരീരങ്ങൾ അവിടെ ചിതറിക്കിടക്കുമ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ തീർന്നെങ്കിൽ നീയും തീരും. സ്വതന്ത്രം. പക്ഷെ ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ആള് മാറിപ്പോയി. ഇവൻ അഭിഷേകവും വാഗ്ദത്തമുള്ളവനാ. ഇന്ന് രാത്രി വെല്ലുവിളികളുടെ നടുവിൽ ജീവിക്കുന്ന ആരോടൊക്കെ ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറയുന്നു, ആരെയൊക്കെ തീർത്താലും ആരെയൊക്കെ ഒതുക്കിയാലും വാഗ്ദത്തമുള്ള നിന്നെ ഒതുക്കാൻ പറ്റില്ല. കാരണം നിന്റെ തീരാത്ത, അവസാനിക്കാത്തൊരു വാഗ്ദത്തം തമ്പുരാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. സന്തോഷത്തോടെ വിളിച്ചു പറ. ഒരു വെല്ലുവിളികൾക്കോ, ഒരു ആവിലാര ശക്തികൾക്കോ, ഒരു
പിന്നെ ഈ വാഗ്ദത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ നിരങ്ങി ആയുസ് തീർക്കുകയല്ല. ഇതിനകത്ത് നമുക്കൊരു കടമയുണ്ട്. ഒരു കഴിവുമില്ല. നീ നല്ലൊരു ആരാധകനാണ്. സ്തോത്രം. നീ നല്ലൊരു പ്രാർത്ഥനക്കാരിയാകണം. നീ നല്ലൊരു ഉപവാസക്കാരിയാകണം. അല്ലെ നീ കരയുന്ന ദൈവത്തിന്റെ പൈതലാകണം. വെല്ലുവിളികളെ അതിജീവിക്കാൻ ഈ മനുഷ്യൻ ചെയ്തതെന്ന് അറിയണ്ടേ? കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിൽ ബോധം കെട്ട് വീണ നല്ല കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നവൻ ആത്മാവിൽ നിറഞ്ഞുവെന്നാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. ആരാധിക്കുന്നവന് അന്തരീക്ഷത്തെ മാറ്റാൻ കഴിയും. പ്രാർത്ഥിക്കുന്നവന് അന്തരീക്ഷത്തെ മാറ്റാൻ കഴിയും. ഈ രാത്രി ഉറപ്പ് പ്രാപിക്കുക. നിന്റെ സ്തോത്രം കേവല ശബ്ദങ്ങളല്ല, നിന്റെ അന്യഭാഷ കേവല ശബ്ദങ്ങളല്ല. ആത്മാവിൽ അന്യഭാഷ പറഞ്ഞാൽ അന്തരീക്ഷങ്ങൾ ചേഞ്ച് ആകുമെന്ന്. അന്തരാജ വേദമാന വൈഡമാന കൂടരച്ച വർത്തരാജ വൈഡമാന ഈ അന്തരീക്ഷം ഇന്ന് രാത്രിയിൽ സ്വർഗ്ഗം ഏറ്റെടുക്കുന്ന രാത്രിയാകട്ടെ. യെസ്. അന്തരീക്ഷങ്ങളെ തിരിക്കുന്ന അഭിഷേകം, അന്തരീക്ഷങ്ങളെ മാറ്റുന്ന പ്രാർത്ഥന, അന്തരീക്ഷങ്ങളെ ചെയ്താക്കുന്ന ഒരാത്മഫല. ഓ ദുരവര ബല ബല ദുരവര ബല ബല അന്തരരാജ ജീവന ബല ബല ആരാധിക്കുന്നവൻ ആരാധന, പ്രാർത്ഥനയുടെ ശബ്ദം, അന്യഭാഷയുടെ ശബ്ദം അന്തരീക്ഷങ്ങളെ തിരിക്കുകയാണ്. ഇരുളുമൂടി കിടക്കുന്ന പശ്ചാത്തലങ്ങൾ, വെല്ലുവിളി ഒത്തു നിൽക്കുന്ന ശക്തികൾ, രക്ഷപ്പെടത്തിലുള്ള കാതിൽ പിശാചിന്റെ മന്ത്രങ്ങൾ ഇന്ന് രാത്രി കണ്ണടച്ച് അന്യഭാഷയെ പ്രാർത്ഥിച്ചാൽ, കരമടിച്ച് ആത്മാവിൽ ആരാധിച്ചാൽ, ആരാധന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ചില ഇരുൾ മൂടി കിടക്കുന്ന അന്തരീക്ഷങ്ങൾ പ്രകാശമാക്കി മാറ്റാൻ ആത്മകൾക്ക് കഴിയുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നുണ്ടോ? അഭിഷേകത്തോട് പറ. ഞാൻ പറയുന്നത് അവരുടെ വാക്കുകളല്ല, എന്റെ അന്യഭാഷ അന്തരീക്ഷങ്ങളെ മാറ്റുകയാണ്. കൃപയോടെ കൃപയോടെ പ്രാർത്ഥിക്കുന്നവന് അന്തരീക്ഷത്തെ തിരിക്കാം. മനസ്സിലുണ്ടോ? പ്രാർത്ഥിക്കുന്നവന് അന്തരീക്ഷത്തെ തിരിക്കാം. നിരാശ മൂടി കിടക്കുന്ന, ഭയം മൂടി കിടക്കുന്നു, വീട് കയറുമ്പോൾ എന്തൊക്കെയോ ഭയങ്ങൾ, എന്തൊക്കെയോ അശബ്ദങ്ങൾ കാത് കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ അന്യഭാഷ നീ ആരാധിക്കാൻ മനസ്സ് വയ്ക്ക്. ഇവിടെ പറയുന്ന അന്യഭാഷ വീട്ടിലും പറ. ഇവിടെ കൈയടിക്കുന്നവർ വീട്ടിൽ കൈയടിക്ക്. ആരാധിക്കുന്നവൻ അന്തരീക്ഷത്തെ തിരിക്കാം. ോ മരണം ഇരുമുടി കിടക്കുന്ന പത്മോസിന്റെ തടവറയെ സ്വർഗം എന്താക്കി? സ്വർഗമേ പത്മോസിന്റെ തടവറയെ സ്വർഗമാക്കി മാറ്റിയത് ഒറ്റ മനുഷ്യന്റെ ആരാധനയാണ്. ഒരൊറ്റ മനുഷ്യ ദൈവത്തെ ആരാധിച്ചപ്പോൾ പത്മോസ് എന്തായി? സ്വർഗമായി. ആ തത്വം മുറുകെ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. എടാ കൂടെ കൈപിടിച്ച് പ്രാർത്ഥിക്കാൻ ആരുമില്ലേലും ഞാൻ മുഴങ്കാലിൽ നിന്നാൽ എന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം ചേഞ്ച് ആകും. എന്റെ സഭയുടെ അന്തരീക്ഷം ചേഞ്ച് ആകും. സ്വത്രം. ഹല്ലേലൂയ. ഒറ്റ മനുഷ്യന്റെ ആരാധന അന്തരീക്ഷത്തെ ചേഞ്ച് ആക്കി. സ്വത്രം. ചരിത്രത്തിൽ വെല്ലുവിളിച്ച് മരിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച ആ സകല ശക്തികളെയും അതിജീവിച്ചുകൊണ്ട് യോഹന്നാൻ രക്ഷപ്പെട്ടെങ്കിൽ, രക്ഷപ്പെട്ടതിന് ചരിത്രത്തിൽ പിന്നിലേക്ക് വെളിച്ചം വീശിയ ദൂത് ഒന്നേ ഉള്ളൂ: വാഗ്ദത്തം തീർന്നിട്ടില്ലെങ്കിൽ ആർക്കും തന്നെ തീർക്കാൻ പറ്റില്ല. ഇവിടെ വരെ ജീവിച്ചതെല്ലാം ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തമാണെങ്കിൽ ഇനി ജീവിക്കാനുള്ളതും തമ്പുരാൻ നമ്മോട് പറഞ്ഞ വാഗ്ദത്തമാണ്. ശ്രദ്ധിക്കണേ. എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചെന്ന് ഉള്ളങ്കാൽ മുതൽ നെറുക വരെ പരുക്കിൽ കൊണ്ട് വ്യാധി കൊണ്ട മനുഷ്യൻ പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം തീരാത്തോണ്ട് രക്ഷപ്പെട്ടെങ്കിൽ ഒന്നാമത്തെ ചിന്തയ്ക്കാൻ ഇങ്ങനെ പേര് കൊടുക്കുന്നു: വാഗ്ദത്തമുള്ളവന്റെ അവസാനം അതൊരിക്കലും ഒരു ദുരന്തമല്ല. അവനെ അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ചില രോഗശക്തികളെ അവസാനിപ്പിച്ച് അവനെ വിടുവിക്കുന്ന ഒരു സ്വർഗമിന്റെ രാത്രിയിലും ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അഭിഷേകത്തോടെ വിളിച്ചു പറ: വാഗ്ദത്തമുള്ള എനിക്ക് വേണ്ടി, വാഗ്ദത്തമുള്ള സഭയ്ക്ക് വേണ്ടി, വാഗ്ദത്തമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി അവസാനം വരുത്തുന്ന ഒരു സ്വർഗമിന്റെ രാത്രിയിൽ എനിക്ക് വേണ്ടി ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. രണ്ടാമത് ദൈവം വരുത്തുന്ന അവസാനം, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം വരുത്തുന്ന അവസാനം. പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിൽ ഏൽപ്പിച്ചു. പിന്നെ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി വരുത്തുന്ന അവസാനങ്ങൾ. ഒന്നാമത് ഞാൻ പറഞ്ഞു, വാഗ്ദത്തമുള്ളവർക്ക് വേണ്ടി ദൈവം വരുത്തുന്ന അവസാനം.
നിന്റെ കാര്യം മന്ത്രിച്ചുകൊണ്ട് ഭയം വെളിപ്പെടുത്തി നിന്നെക്കുറിച്ച് പിശാച് പറയുന്ന ഒരു കമന്റ് നീ കേട്ട് ഭാരപ്പെട്ടു പോയത്. നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഇന്ന് നിന്റെ കാതിൽ മന്ത്രിക്കുന്ന സാഹചര്യങ്ങളൊന്നുമല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ബുദ്ധിക്കെത്താത്ത ചില വൻകാര്യങ്ങൾ, നീ ചിന്തിക്കുന്നതിനപ്പുറമായി ചിലത് ചെയ്യാൻ ഇന്ന് രാത്രി ദൈവ ശക്തനാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, പ്രതീക്ഷ തീർത്ത് കളയരുത്, പ്രതീക്ഷ കൈവിടരുത്. മുൻപിൽ ഒരു സാധ്യതയില്ലെങ്കിലും നിന്നോട് പറഞ്ഞ ദൂതനെ നീ മുറുകെ പിടിച്ചോണം. അപ്പോ ഒരു പ്രതീക്ഷയും മുൻപിലില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നിരാശയുടെ വാക്ക് നേരും പറ. പണ്ടൊരു മനുഷ്യൻ, നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഒരു നദിക്ക് അക്കരെ നിൽക്കുന്ന ഒരു പട്ടി ഇങ്ങോട്ട് നോക്കി ശക്തമായിട്ട് കുരയ്ക്കും. ഇത് കേട്ടിട്ട് ഇക്കരെ ദൈവം വാവിട്ട് കരയുക. അടുത്ത ആഴ്ച ഈ നദി എങ്ങാനും പറ്റി ആ പട്ടി ഇപ്പുറത്തെങ്ങാനും വന്ന് എന്നെ കടിച്ചാൽ എന്നോർത്ത് ഞാൻ കരയും. ഈ നദി പറ്റത്തുമില്ല, ആ പട്ടി ഇപ്പുറത്ത് വരുത്തുമില്ല. ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. സ്വതന്ത്രമില്ല. പിശാച് കാതിൽ മന്ത്രിച്ചതും നീ നിന്നെ കുറിച്ച് നിരൂപിച്ചതൊന്നും അല്ല നടക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഒരു അവസാന ദൈവം വരുത്തും. ഇവിടെ ഒരു അനുഭവം പുറകെ കിടക്കുകയാണ്. യാക്കോബിനെ കൊന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇത് കൈമുതലാക്കിയാണ് പത്രോസിനെ ഇവിടെ പിടിച്ചത്. സ്വതന്ത്രമല്ലേലിയ. ചില പോരാട്ടങ്ങളുണ്ട്. ഒന്നിനെ തീർത്താൽ മറ്റേ കൂടെ അങ്ങ് തീർക്കണം രാജണ്ട. പക്ഷെ തിരിച്ചറിയണം, പ്രാർത്ഥിക്കുന്നവൻ ഞാൻ പകരം പറഞ്ഞു ഇവിടം കൊണ്ട് ചരിത്രം തിരിയണം. മനസ്സിലാകുന്നുണ്ടോ? ഒന്നിനെ വഷളാക്കി, ഒന്നിനെ ഗതികേടി കൂടെ നയിച്ചു, ഒന്നിനെ ഇല്ലാതാക്കി അടുത്ത ജനറേഷനെ പിടിക്കുന്നതിന് മുമ്പ് നീ ഇതിനകത്ത് ആരാധിച്ച് ആ കെട്ടിനെ പൊട്ടിക്കണം. ഉപവസിച്ച ഫലത്തെ ജയിക്കണം. ഇനി മരണത്തിനും പിശാചിനും അല്ല എന്റെ കുടുംബം കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ സഭ എന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാം, അന്നത്തെ സഭയ്ക്ക് രാഷ്ട്രീയ ബന്ധമൊന്നുമില്ല. ഇന്ന് അതേ ഉള്ളൂ. നമ്മൾ വിളിച്ച പിണറായി വരും, നമ്മൾ വിളിച്ച വീട് സതീശൻ വരും. പക്ഷെ നമ്മൾ വിളിച്ച ദൂതം വരികയല്ല, ബാക്കി എല്ലാവരും വരും. അതുകൊണ്ടാണ് നമ്മൾ ഇവരെല്ലാം വിളിക്കുന്നത്. ആദ്യം സഭ വിളിച്ച പിണറായി ഇല്ല, പ്രതിപക്ഷമില്ല, പ്രതിപക്ഷമില്ല, ഭരണപക്ഷമില്ല. പക്ഷെ അവർക്ക് സ്വർഗവുമായിട്ട് നല്ല പിടിയാൻ, നമുക്കോ സതീശനുമായിട്ട് നല്ല പിടി, പിണറായിട്ട് നല്ല പിടി. അത് നമ്മുടെ യോഗത്തിലല്ല ഇവർ വന്ന് കയറുന്നേ. പക്ഷെ ദൂതനുമായിട്ട് നമുക്ക് വലിയ പിടിയൊന്നും. ആദിമ സഭ വിളിച്ചാൽ രാഷ്ട്രീയക്കാർ വരാനില്ലായിരുന്നു. പക്ഷെ അവർ വിളിച്ചാൽ വരുന്നൊരു തലമുണ്ടായിരുന്നു. അത് ദൂത മേഖലയാണ്. സഭ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൂതൻ അവിടെ ഇറങ്ങി. എഴുതി വെച്ചോണം, നിനക്ക് ഇറങ്ങാൻ പറ്റാത്തത് ദൂതൻ ഇറങ്ങും. നിന്റെ വിഷയത്തെ പ്രതിക്രിയ നടത്താൻ, നിനക്ക് വേണ്ടി ഇടനിൽക്കാൻ, നിനക്ക് വേണ്ടി വക്കാലത്ത് നടത്താൻ, നിനക്ക് വേണ്ടി ജാമ്യം നൽകാൻ ദൈവത്തിന്റെ ദൂതന്മാർ വെളിപ്പെടുമെന്ന് ദൈവത്തിനൊരു വെളിപ്പാട് തരുന്നു. ഇസ്രായേൽ മക്കളും ഇസ്രായേൽ വിട്ട് പുറപ്പെട്ടു. ഓടി വന്നപ്പോൾ മുമ്പത്തെ പോലെ ഓട്ടത്തിന് യാത്രയ്ക്ക് വേഗമില്ല. പെൺകുതിരകളെ കെട്ടി രഥത്തിന് അകമ്പടിയുള്ള ഫറവോൻ പുറകെ വരുന്നു. മോശെ ദൈവത്തോട് കരയുമ്പോൾ സ്വതന്ത്രം ദൈവം ഒരു പരിപാടി ചെയ്തു. മുൻപിൽ അതുവരെ ഇട്ട ദൂതനെ ദൈവം വിളിച്ച് ഈ പോറെ കൊണ്ട് നിർത്തി. അവിടെ ഇരിക്കുന്ന ഒരു വാക്യം ശ്രദ്ധിച്ചു കേട്ടോണം. ചിലരുള്ള ദൈവത്തിന്റെ ദൂതാണ്. ഇസ്രായേലിയുടെ സൈന്യവും മിസ്രൈമിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം ദൈവത്തിന്റെ ദൂതൻ അവനെ തടഞ്ഞു. സ്വതന്ത്രം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ചിലതിനെ തടയുന്ന ദൂതന്മാര്, നിനക്ക് വേണ്ടി മതില് കെട്ടുന്ന, നിനക്ക് വേണ്ടി ഇടനിൽക്കുന്ന, നിനക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ തരുന്ന, ആരുമില്ലാതെ വിധിയെടുത്ത് നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ദൂതന്മാരുടെ സാന്നിധ്യം അടുക്കാതെ വണ്ണം ദൈവത്തിന്റെ ദൂതൻ അവനെ തടഞ്ഞു. ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുടെ നടുവിൽ, ഭീതിപ്പെടുത്തുന്ന വിഷയങ്ങളുടെ നടുവിൽ പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിക്ക്. നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതന്മാരുണ്ട്, നിനക്ക് വേണ്ടി നിൽക്കുന്ന ദൂതന്മാരുണ്ട്. നീ പറഞ്ഞാൽ കേൾക്കാത്ത വിഷയം, നീ പറഞ്ഞാൽ അനുസരിക്കാത്ത വിഷയം ദൂതന്മാർ ഇറങ്ങിയാൽ അത് സാധ്യമാകാൻ പോകുകയാണ്. ആത്മാവിനൊന്ന് ശ്രമിക്കട്ടെ. ചില വിഷയത്തിനകത്ത് ദൂതനിറങ്ങാൻ പ്രാർത്ഥിച്ചോ, ചില വിഷയത്തിനകത്ത് ദൂതനിറങ്ങാൻ പ്രാർത്ഥിച്ചോ. നിന്റെ ഒരു രോമത്തിന് പോലും കേട് വരാതെ ദൂതനെ പ്രൊട്ടക്ട് ചെയ്യും. ഒന്നാമത്തെ യഹോശാഫാത്തിന്റെ ഉപവാസമാണ്. ഞാൻ പകൽ പറഞ്ഞ പോലെ സ്വതന്ത്രം ഉപവസിച്ചപ്പോൾ ഇവരെല്ലാം വിചാരിച്ചതെന്നറിയോ, ഇവർക്ക് യുദ്ധത്തിനുള്ള ശക്തി കൊടുക്കുന്നു പറഞ്ഞ് ഇവർ ഉപവസിച്ചത്. പക്ഷെ തമര പറഞ്ഞു, ഈ പടയിൽ പൊരുതാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ശ്രദ്ധിച്ചോണം, ഈ പടയിൽ പൊരുതാൻ
നിങ്ങൾക്ക് ആവശ്യമില്ല. ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കണം, ഇവർക്ക് എത്ര കരുത്ത് പറഞ്ഞ് ഇവരെ കളത്തിലിറങ്ങിയാലും ഒരു 10 എണ്ണം അങ്ങനെ ആയിരുന്നു ഉറപ്പാ. യുദ്ധത്തിന് തത്വം അതാണ്. പക്ഷെ ഒരു രോമത്തിന് പോലും കേടുവരാതെ വചനം എടുത്തിരിക്കുന്നു, ദൈവം പതിയിരിപ്പുകാരെ വരുത്തിയതുപോലെ ആത്മാവിന്റെ രാത്രി നിന്നോട് പ്രവചിക്കുന്നു, നിനക്ക് വേണ്ടി ചിലരെ ഇറക്കാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി ചിലരെ വിട്ടുതരാൻ കഴിയുന്ന ഒരു സ്വർഗീയ ഗവൺമെന്റ് ഉണ്ടെന്ന് ആത്മാവിന്റെ രാത്രി ഇടപെടുമ്പോൾ തന്നോടൊപ്പം വിളിച്ചു പറയാം. എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇവിടെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ എനിക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതന്മാരുണ്ട്. നീ വസിക്കുന്ന രാജ്യത്ത്, നീ പാർക്കുന്ന സ്റ്റേറ്റിൽ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൂതന്മാരുടെ സാന്നിധ്യം. ഈ പ്രാർത്ഥന കേട്ട് ദൂതൻ വിടുവിക്കാൻ വന്നപ്പോൾ ഈ പത്രോസിനെ കണ്ടപ്പം നമ്മുടെ ഭാഷയെ മനസ്സിലാക്കിയാൽ ഇങ്ങനെ ഉറക്കവും ഈ വന്ന വരവും നമ്മളൊന്ന് പഠിച്ചു നോക്കട്ടെ. ഇപ്പം നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ സഭയ്ക്ക്. അപ്പോൾ പാസ് ഒരു വിഷയം പ്രയർ റിക്വസ്റ്റ് ഇട്ടു. റിക്വസ്റ്റ് മാത്രമല്ല, നമ്മുടെ ഇന്ന ആള് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, എല്ലാ ദൈവമക്കളും പോയി കാണണമെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സഹോദരൻ ജോലി ഇടയ്ക്ക് നിർത്തിയേച്ച് വിയർപ്പെല്ലാം തുടച്ച് പെട്ടെന്ന് ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പുള്ളി കട്ടിലിരുന്ന് നട്ട്സ് തിന്നുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോഴേ നമ്മുടെ മുഖത്ത് മുഖം വന്നു. എന്നെ എഴുതി വിട്ടത് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, നിങ്ങൾ ചെല്ലണം, തീർന്നു പോകുമെന്ന് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജോലി ഇടയ്ക്ക് വെച്ച് അവസാനം അല്ലെന്നും പറഞ്ഞ് ഇത് മേടിച്ചോണ്ട് ചെന്നപ്പോൾ പുള്ളി കട്ടിലിരുന്ന് കാലം വെച്ച് നട്ട്സ് തിന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സ്ഥിതിവിശേഷമാണ്. വിടുവിക്കാൻ വന്നപ്പോൾ പുള്ളി കിടന്ന് ഭയങ്കര ഉറക്കം. ഇനി എൻ്റെ ഒരു നിരീക്ഷണം, പത്രോസ് എന്ന കഥാപാത്രത്തിന് എവിടെ പഠിച്ചാലും ഉറക്കത്തിന് പുള്ളി PhD മറിയൂമനെ മറിഞ്ഞു കിടന്നുറയും. ഗച്ചവണത്തോടത്ത് ദാണ്ട കിടക്കുന്നു, വായിക്കൂടെ തേരൊഴുകി കിടക്കും. മരിക്കാൻ കിടന്നപ്പോഴും ചിലരങ്ങനെ എല്ലാ യോഗത്തിനും ഉറങ്ങും. അതൊരു കൃപയല്ലേ? എല്ലാ യോഗത്തിനും ഉറങ്ങുന്നൊരു കൃപയാണ്. കാത്തിരിപ്പിന് ഉറങ്ങും, ഉണർവിനുറങ്ങും, കൺവെൻഷൻ ഉറങ്ങും. പിന്നെ നമ്മുടെ ഉറക്കത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എത്ര ഉറങ്ങി തല താഴെടിച്ചാലും സ്തോത്രം കൊണ്ടേ പൊങ്ങത്തും. അങ്ങനെ വലിയൊരു വിടുതൽ നമ്മൾ ഉറക്കത്തിലുണ്ട്. നമ്മൾ ഉറങ്ങി തല താഴെടിക്കുമ്പോഴേ പൊങ്ങുമ്പോൾ സ്തോത്രം കൊണ്ടേ അതൊരു വലിയ വിശേഷതയുണ്ട്. ശ്രദ്ധിച്ചേക്കണം. ഇദ്ദേഹം ഇത്രയും ഒരു നിർണായക നിമിഷത്തിൽ ഉറങ്ങിയത് എന്തിനാണെന്ന് എല്ലാവരും ചിന്തിച്ചപ്പോൾ പണ്ടൊരു ചിന്തയിലിട്ട് ചിന്തിച്ചിട്ട് ഒരാശയം പറഞ്ഞു. എന്തുകൊണ്ട് ഉറങ്ങി? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ. പത്രോസ് കാരാഗ്രഹത്തോട്ട് കയറിയപ്പോൾ തന്നെ തലമുടിയിൽ ഒരെണ്ണം ഇങ്ങനെ വലിച്ചു പിടിച്ച് നോക്കി. ഈ ഗോതറേജുകാർ കറുപ്പിക്കുന്ന സാധനം ഇറക്കാത്ത ഒരു കാലം. ഇവിടെ ഇരിക്കുന്ന മുടിയെല്ലാം കറുത്താണെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഇതിറക്കാത്ത കാലത്ത് ഈ തലമുടി ഇങ്ങനെ പിടി നോക്കിയപ്പോൾ ഒരു മുടി പോലും വെളുത്തിട്ടില്ലെന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം പിടിവിട്ട് ഉറങ്ങിയാണ്. അതിന് തത്വം എന്താ അറിയണ്ടേ? യേശുവിൻ്റെ അകത്തിന്റെ കൂടെ നടന്നപ്പോൾ സ്വകാര്യമായിട്ടൊരു ദൂത് പറഞ്ഞു. ദൂത് മറ്റൊന്നുമല്ല, നീ വൃദ്ധനായ ശേഷം നിന്റെ അരകെട്ട് നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. മുടി പിടിച്ചതിന് ചെയ്തോ വികാരവിധ, എന്റെ മുടി നനച്ചിട്ടില്ല, എന്റെ മുഖത്ത് ചുളിവുകൾ ബാധിച്ചിട്ടില്ല, എനിക്കതിന് ഒരു കത്തിയല്ല 1000 കത്തിക്ക് മൂർച്ച കൂട്ടിയാലും നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവൻ ഇത് തന്റെ ഇടമുള്ളവനാകണം. ആരൊക്കെ തലയ്ക്ക് വില പറഞ്ഞാലും 4 വേലത്തിലെ കൂടോത്രം കൊണ്ടുവന്ന് നിന്റെ മണ്ണിൽ കുടിച്ചിട്ടാലും നെഞ്ചു വിരിച്ച് പറയണം, വാഗ്ദത്തം തീർന്നിട്ടില്ലെങ്കിൽ ആർക്കും എന്നെ തീർക്കാൻ പറ്റില്ല. ആരൊക്കെ നിന്റെ തലയ്ക്ക് വില പറഞ്ഞാലും ഇല്ലാതാകാൻ, ആരൊക്കെ പദ്ധതികൾ പാസാക്കിയാലും വാഗ്ദത്തം തീരാത്തതിന്റെ വാഗ്ദത്തമാണ് നമ്മളെ സംരക്ഷിച്ചത്. ഞാൻ ഭാവന പറയാം. അന്നത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഒഴുകിയ ശരീരം നമ്മുടെ കർത്താവിന്റെ ശരീരം. സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞ റൂമാലികൾ കൊണ്ട് കെട്ടി കല്ലറയ്ക്കകത്ത് കൊണ്ട് വെച്ചു. യോസഫ് കല്ല് പിടിച്ച് വെച്ചു. പീലാത്തോസ് കയ്യിലെ മോതിരം കൊണ്ട് മുദ്രയിട്ടു. ഞാനും എൻ്റെ ഭാവനയാണ്, വചനവും ചോദിക്കാൻ റഫറൻസ് ഒന്നുമില്ല, ആശയാണ്. ഞാനും കല്ലറയ്ക്കകത്തോട് കയറി ചെന്നപ്പോൾ കഴിക്കാത്ത നുറുമ്പെല്ലാം കൈയും കെട്ടി മാറി നീക്കുക. ഞാൻ നൽകി ചോദിച്ചു, ചേട്ടാ കഴിക്കുന്നില്ലേ? കഴിക്കണമെന്നുണ്ട്. ഞാൻ ചെന്ന പല്ലില്ലേ? എല്ലാ പല്ലും ഉണ്ട്. പിന്നെ വിശപ്പില്ല, വിശപ്പ്. പിന്നെ എന്നാ ഇതെല്ലാം കൂടെ തീർക്കുക. ഞങ്ങൾ ഉപ്പാപ്പനും കൊച്ചപ്പനും കട്ടപ്പനും എല്ലാവരും പിടിച്ച് വരുത്തിയേക്ക ഈ പൊടി കഴിക്കാൻ. ഞാൻ ചെന്ന എന്താണെന്നറിയത്തില്ല, ഒത്തിരി പേരെ കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ അടുത്തോട്ട് അടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെന്നിട്ട് തട്ടിയേച്ച് പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക്, ഞാൻ ദൂത് പറയാം. പണ്ട് ഈ ബോഡിയെ പ്രവചന കണ്ണാടി കൂടെ ദാവീദൊന്ന് കണ്ടൊരു പ്രവചനം പറഞ്ഞു. അതാ ഇതിനെ തൊടാൻ പറ്റാഞ്ഞത്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ തിരവട്ടം കാണുവാൻ സമ്മതിക്കില്ല. ഇന്ന് രാത്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബജീവിതത്തിനകത്തു നിന്ന് ചില വെല്ലുവിളികളെ ദൈവം ക്യാൻസൽ ചെയ്യുക.
തന്റെ അടുത്തുള്ള വിളിച്ചു പറ, ഇല്ലായ്മ അവസാനം വരുത്താൻ, ദുരന്തം വരുത്താൻ, വെല്ലുവിളികളെ വെല്ലുവിളികൾ പൊട്ടി മാറട്ടെ, കുടുംബങ്ങളെ വിട്ട് അഴിഞ്ഞു മാറട്ടെ. പറന്നകലുന്നത് പോലെ ഇന്ന് രാത്രി ചില ശക്തികൾ വ്യക്തികളെ വിട്ട് അകലട്ടെ. ഇന്ന് രാത്രി സ്വത്രം വാഗ്ദത്തം തലയിലുണ്ടെങ്കിൽ ആർക്കും നിന്നെ തൊടാൻ പറ്റുകയില്ല. പണ്ടെന്നോ പറഞ്ഞൊരു ദൂതനെ നിവർത്തി ഒരു ഉറുമ്പിന് പോലും ശരീരത്തെ തൊടാൻ പറ്റിയില്ലെങ്കിൽ തല കൈവച്ചിട്ട് തന്റെ ഇടത്തോട് പറയണം, ആരൊക്കെ എന്റെ തലയ്ക്ക് വില പറഞ്ഞാലും ഞാൻ ജീവിക്കണമെന്നുള്ളത് കർത്താവിന്റെ പദ്ധതിയാണ്. സ്വത്രം നമ്മെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താ? ഒരു വാക്യം വായിച്ചു വേഗം ഭാഗം വിടാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. നമ്മളെ കുറിച്ചുള്ള കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ 3 പദ്ധതികൾ. ആവർത്തനം 8:1 വേഗം വായിച്ചു. പിന്നെ 3 കാര്യങ്ങൾ ദൈവമക്കൾ എഴുതി വെച്ചോണം. 1, നിങ്ങൾ ജീവിച്ചിരിക്കണം. 2, നിങ്ങൾ വർദ്ധിക്കണം. 3, നിങ്ങൾ ചിലതിനെ അവകാശമാക്കണം. സമസ്ത മേഖലയുമായിട്ട് കൂട്ടിത്തുണ്ടി പ്രാർത്ഥിച്ചോണം. അവസാനം പറഞ്ഞ 2 കാര്യം നടക്കണമെങ്കിൽ ആദ്യത്തെ കാര്യത്തിൽ തീർപ്പുണ്ടാകും. ജീവിച്ചിരിക്കണം. എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കണം. നമ്മൾ വിടുതൽ വേണം, നന്മ വേണം എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ മരണം കൊതിക്കാറുണ്ട്. കേട്ടിട്ടില്ലേ? അച്ഛനൊന്ന് അറ്റാക്ക് എരിക്കാണോ, ഇതൊന്നും കാണാതെ പോകാൻ അവർക്ക് വേണ്ടി ഇടി എൻ്റെ തലയിലങ്ങനെ വിട്ടുകാരൻ. നിങ്ങൾ ശ്രദ്ധിച്ചു, കുഴപ്പം കേട്ടോ, ശ്രദ്ധിച്ചേക്കണം, ചിരി വരുമെങ്കിൽ. ഇത് പറഞ്ഞിട്ട് അടുത്ത ആഴ്ചയാണ് നമ്മുടെ സഭയിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന. നമ്മളവിടെ പോയി മറിഞ്ഞ് കിടന്ന് ഓട്ടോറിക്ഷ കിടക്കുന്ന പോലെ കിടന്ന് നല്ല തെളിച്ച് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന വിഷയമായിട്ട് ദൂതൻ ദൈവത്തിൻ്റെ കെച്ചത്. അപ്പോൾ ദൈവം ചെയ്ത് ആരുടെ പേര് പറഞ്ഞാലും കാണും. ഗ്ലോറി എല്ലാവരും ഗ്ലോറിയുടെ വിഷയം. ഗ്ലോറിക്ക് എന്നാ വിഷയം? ഗ്ലോറിക്ക് വീട് വേണമെന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരില്ല കഴിഞ്ഞ ദിവസം അറ്റാക്ക് വരാൻ പ്രാർത്ഥിച്ചത്. ഗ്ലോറി തലയെ കൂടെ കയറാൻ പ്രാർത്ഥിച്ചത്, ഇടി തല വെട്ടാൻ പ്രാർത്ഥിച്ചത്. നമ്മളിതെല്ലാം പറഞ്ഞാൽ വീട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പല പ്രാർത്ഥനകൾ കേൾക്കാതെ പോയതിനകത്ത് നമ്മുടെ ചില വാക്കുകൾ തടസ്സമാണ്. സ്വത്രം എന്നെ എടുത്തോടെ, എന്നെ കാണാൻ ആരുമില്ലല്ലോ, ഒരു വണ്ടി പോലെ തല കയറുന്നില്ലല്ലോ. എന്നിട്ടാണ് നമ്മളൊന്ന് വീട് വേണേ കൊച്ചിലെ കല്യാണം ഇടിവെട്ട് നിലക്കെന്തിനാ വീട്, അതിനും ഇടിവെട്ടാൻ അറ്റാക്ക് വരെ മതിക്ക് നിലക്കെന്തിനാ കാറ്. അപ്പൊ ഇതിനകത്ത് പക്ഷേ ഞങ്ങൾ പറഞ്ഞു, ഇനി എങ്ങനെയാ ഒടിയുന്നേ? കർത്താവ് തെറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങ് പറഞ്ഞു പോയി, കർത്താവ് അവിയം കൊണ്ടാ ഞാൻ ജീവിച്ചിരിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കണം. കുഞ്ഞുങ്ങൾ മൊത്തം ശ്രദ്ധിച്ചോണം, നിങ്ങൾ ജീവിച്ചിരിക്കണം. സ്വതന്ത്രം അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യമല്ല, ദൈവത്തിന്റെ ആവശ്യമാണ്. ഞാൻ ഉപദേശിക്കുന്നതിന് മുമ്പ് മരണം കൊതിച്ച ഒരാൾ, ഇത് ആത്മഹത്യയെക്കുറിച്ചുള്ള ക്ലാസ് അല്ല, അനുഭവമാണ്, കേട്ടോ ചെയ്യരുത്. പിതാവ് വാണിക്കൊണ്ട് വെച്ച് വിഷം തപ്പിയെടുത്ത് പോക്കറ്റ് ഇട്ടു, എല്ലാവരും ഉറങ്ങി. ഇന്ന് രാത്രി കഴിക്കണമെന്ന് പറഞ്ഞ് ഞാനെ കിടന്നു. ഞാനും ഉറങ്ങി, കണ്ണു തുറന്ന് നേരം എടുത്തപ്പോഴാണ്. പക്ഷേ മരിക്കണമെന്ന് വെച്ചത് കളഞ്ഞില്ല. ആ വിഷമെടുത്ത് പോക്കറ്റിട്ട് മുറിയോ ആരുടെ മുഖത്ത് നോക്കുന്നില്ല, ഇന്ന് ഇതിനൊക്കെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് ആ വിഷമെടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചിന്ത, ബൈബിൾ വായിച്ചിട്ട് മരിക്കാം, സ്വർഗം കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ വിഷം പോക്കറ്റ് ഇട്ടേച്ച് ഞാനിങ്ങനെ ബൈബിൾ ഇങ്ങനെ അടർത്തി വായിച്ചപ്പോൾ, കൊച്ചു പ്രായം മുതൽ ബൈബിൾ വായിക്കുന്നൊരു പതിവ് എനിക്കുണ്ട്. ഒത്തിരി പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടും കണ്ണിലുടക്കാത്തൊരു വാക്യം ചാട്ടുള്ളി പോലെ ഹൃദയത്തിലോട്ട് കയറി വന്നു, കണ്ണിലോട്ട് കയറി വന്നു. സഭാപ്രസംഗിൽ നിന്ന്, കാലത്തിന് മുൻപേ നീ എന്തിനു മരിക്കുന്നു. ഞാനിത് വായിച്ചപ്പോൾ എന്തോ ഒരു ശക്തി ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. ഹൃദയത്തിനകത്തൊരു പ്രകാശം വന്നു. ഞാൻ ബൈബിൾ അച്ഛൻ ചോദിച്ചു, അപ്പോൾ ഇനിയും കാലമുണ്ടോ? പിന്നെ അതല്ലേ ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നേ. പരീക്ഷ തോറ്റെന്ന് പറഞ്ഞ് വിഷമെടുക്കാൻ പോകരുത്. ബിസിനസ് തോറ്റെന്ന് പറഞ്ഞ് വിഷക്കുപ്പി തേടി പോകരുത്. ഇന്നത്തെ പ്രശ്നങ്ങൾ എന്നത്തെയും പ്രശ്നങ്ങളല്ല. എന്നും ചെങ്കടലില്ല, എന്നും യോർദാനില്ല, എന്നും എരിഹോവില്ല. നിന്റെ പ്രശ്നത്തിന് നിന്റെ മേൽ ആയുസ്സില്ല. ആത്മഹത്യ ചെയ്യരുത്. സ്വന്തം അഥവാ നിൽക്കാൻ പറ്റാത്ത പ്രശ്നം വരുമ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവദാസൻ ഇവിടെ ഉണ്ട്. നിനക്ക് വേണ്ടി കരയാൻ ഒരു സഭ ഇവിടെ ഉണ്ട്. അതിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്ര ചിന്തയാണ്. അവൻ കാരകര പ്രമാണി വാളൂരി കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കണം, ഞങ്ങൾ ഇവിടെ ഉണ്ട്. സ്തോത്രം. ആത്മഹത്യ ചെയ്യാൻ തുനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അഭിമാനത്തോടെ വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ആരാധിക്കുന്ന യേശു ഇവിടെ ഉണ്ട്.
നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ആത്മഹത്യയല്ല, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കർത്താവ് യേശുവാണ്. അപ്പൊ കർത്താവിന് ഇഷ്ടം എന്താ മോനെ? നമ്മൾ ജീവിച്ചിരിക്കണം. പരീക്ഷ തോറ്റാലും, ബിസിനസ് തോറ്റാലും, ജോലി തോറ്റാലും, കുടുംബജീവിതത്തിൽ തോറ്റാലും നിന്നെ ജയിപ്പിക്കുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞ നിന്റെ കൂടെ ഉണ്ട്. നിന്റെ പരാജയത്തെ വിജയമാക്കി മാറ്റുന്ന ഒരു ദൈവം എന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ ദൈവത്തിൽ നിന്നുള്ള ദൂതാണ്. നമ്മൾ ജീവിച്ചിരിക്കണം. ഞാനത് പൗരുഷരിക്കുന്ന പ്രസംഗിച്ചൊരു വിഷയത്തിൽ കിടപ്പുണ്ട്, എങ്കിലും സന്ദർഭമായിട്ട് ഞാൻ പറയാം. ഈ ബൈബിൾ ചരിത്രത്തിൽ ഈ ജീവൻ വേണ്ടെന്ന് ആഗ്രഹിച്ചതൊക്കെ വിചിത്രമായ ചിന്താഗതിയുള്ളത്. ഈ രണ്ട് പിള്ളേർ ഉയരത്തുണ്ടായപ്പോൾ റിബേക്ക ഞാൻ എന്തിനാണ് ഇവിടെ ഒന്നുപോലും ഇല്ലാത്ത കിടന്ന കാര്യം പോലെ രണ്ടാണുള്ള പുള്ളിക്കാരികളെ ഞാൻ എന്തിനാണ്? അപ്പൊ ഇന്ന് ഈ മരിക്കുന്നൊന്നും ഇല്ലാത്തവരല്ല, പറ. നല്ല വീട്, 2 നില വീടുണ്ട്, നല്ല സംവിധാനമുണ്ട്, ജീവിക്കാൻ ചുറ്റുപാടുണ്ടെങ്കിൽ അങ്ങ് തീരുക. എന്താ കാര്യം? പ്രത്യാശയില്ല, പ്രതീക്ഷയില്ല. പക്ഷെ ഇന്ന് രാത്രി ശ്രദ്ധിച്ചോണം, തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തി നമ്മെ ഉദ്ധരിക്കുന്നൊരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുള്ള കാര്യമാണ്. ഈ സിംഹം ഇങ്ങനെ മുയലിനിട്ട് ഓടിക്കും, പഞ്ചായത്ത് മൊത്തം ഓടിച്ച് അടിച്ചടിച്ചിട്ട് ഈ സിംഹത്തിന്റെ കൈ പോലും കയറാത്തൊരു പൊത്തിനകത്തോട്ട് ഈ മുയൽ കയറുന്നിട്ട് കൂക്ക് വിളി. ഈ നാണക്കേട് വിചാരിച്ച് എവിടെങ്കിലും ഒരു സിംഹം തൂങ്ങിച്ചാത്ത ചരിത്രമുണ്ടോ? പറ. എന്നാ സിംഹം മുയൽ കളിയാക്കി ഇത്ര പഞ്ചായത്തിൽ ഓടിച്ചൊരു ഒരു രോമം പോലും തരാം കയറിക്കാനൊക്കെ തൂങ്ങിച്ചാകാന്ന് പറഞ്ഞ് ഒരു സിംഹം പോലും തൂങ്ങിച്ചാത്ത ചരിത്രം. ഇത്രയും വിവരമുള്ള നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോദരൻ ഒരു മൃഗങ്ങൾ പോലും ഒന്നും തരല്ലേ, ചത്തിട്ടില്ല, ഉണ്ടോ? പറ. ഇപ്പൊ നിങ്ങൾക്ക് എലി വിഷം വെച്ചാൽ, നമ്മുടെ എലി വിഷം എന്ന് എഴുതി വെച്ചാൽ പോലും എലിയ പഞ്ചായത്ത് വരുത്തില്ല. എനിക്ക് പോലും ബോധമായി, എനിക്ക് പോലും ഒരു ബോധമില്ലാത്ത നമ്മളാണ് ഇതെല്ലാം ഇവിടെ വെട്ടിയടിക്കുന്നത്. മനസ്സിലാകണേ. എന്തോ ദൈവം എന്നോട് പറയുന്നത് ഞാൻ പറയുക, തീർക്കരുത്. നീ ജീവിച്ചിരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അടുത്ത ദൂത് ഇതാണ്, നിങ്ങൾ വർദ്ധിക്കണം. ഈ ലെവലിൽ പോയാൽ പോരാ, സന്തോഷമില്ല. ഈ തലത്തിൽ പോയാൽ പോരാ. ശുശ്രൂഷയിലെ, കുടുംബത്തിലെ, ഭൗതികതയില്, സഭാപരമായ വിഷയത്തിനകത്ത് നമ്മൾ ഒതുങ്ങേണ്ടവരല്ല, നമ്മൾ വർദ്ധിക്കണം. അടുത്ത പറയാൻ കേട്ടോ, നിങ്ങൾ ചിലതിനെ അവകാശമാക്കണം. സ്വതന്ത്രം ഇസ്രായേലിനോട് മാത്രമല്ല, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാൻ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെ ദൈവത്തിന്റെ കരുത്തുറ്റ ദൂതാണ്, നമ്മൾ ചിലതിനെ അവകാശമാക്കണം. സ്വതന്ത്രം എന്തിനെ അവകാശമാക്കുന്ന? അവകാശത്തിൽ ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. അവകാശമാണ് അത് തട്ടിപ്പറിച്ചോ വെട്ടിയെടുത്തൊന്നുമല്ല. ദൈവത്തിന്റെ പദ്ധതിയിലൂടെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിലൂടെ, ദൈവത്തിന്റെ കൃപാകടാശത്തിലൂടെ നമ്മൾ ചിലതിനെ അവകാശമാക്കണം. പോട്ടെ. അപ്പൊ ദൂതൻ ഇങ്ങോട്ട് വരുന്നു. ഞാൻ പറയാം, അവസാനിപ്പിക്കും. പത്രോസിനെ പിടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്, 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് 2 പടയാളികളുടെ നടുവിൽ. അപ്പൊ അതിന് കുറച്ചുകൂടെ ചരിത്രം പറയുന്നത്, അടുത്ത് കിടക്കുന്ന പടയാളിയുടെ കൈയും പത്രോസിന്റെ കൈയും ഒരുപോലെ ബന്ധിച്ചു വെച്ചിരിക്കും. പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി പോകണമെങ്കിൽ പോലും അടുത്ത് കിടക്കുന്ന ഈ പടാളി എന്ത് ചെയ്യണം? തട്ടിപ്പിടിക്കണം. ഈ ചില ആന്റിമാരെ കണ്ടിട്ടില്ല, വീട്ടിനകത്ത് ബാത്റൂം ഉണ്ടായാലും അവിടെ വരാൻ പേടിയായിട്ട് അച്ഛനെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ രാത്രി മൊത്തം രാവിലെ മൊത്തം പണി എഴുന്നേറ്റ് നമ്മളടുത്ത് അറ്റാക്ക് വല്ലതും വന്ന് ബാത്റൂമിൽ ഇപ്പം വിളിച്ചത്. അത്രയ്ക്ക് പേടിയാ സ്വന്തം വീട്ടിനകത്ത്. പുള്ളി പണി എന്താടി നീ ബാത്റൂമിൽ പോകണം, വെട്ടമുണ്ട് എന്നാലും പേടിയാ സ്വന്തം വീട്ടിനകത്ത് ഇതാണെങ്കിൽ. ഈ പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും വേണം ആരെ വിളിക്കണം? ഈ ദൂതനെ വിളിക്കണം. ഇനി ശ്രദ്ധിക്കണം, വെളിപ്പോട് പറയാം. ഞാൻ വായിച്ചൊത്തിരി ആശ്വാസം പ്രാപിച്ചത് പ്രാർത്ഥിച്ചു ഒരു ദൂതൻ കെട്ടുപൊട്ടിച്ചപ്പോ അടുത്ത് കിടക്കുന്ന പടയാളികൾ അറിഞ്ഞില്ല. ചില വിടുതലുകൾ ചിലരറിയാതെ സംഭവിക്കാൻ പോവുകയാണ്. നിന്നെ നോക്കി നിൽക്കുന്ന, നിന്നെ കാതോർക്കുന്ന, നിന്നെ തൃക്കൺ പാർക്കുന്ന ചിലരറിയാതെ നിന്റെ കുടുംബത്തിന് കെട്ടുതയെ പൊട്ടിക്കും, നിന്റെ സഭയുടെ കെട്ടുതയെ പൊട്ടിക്കും, നിന്റെ തലമുറയുടെ കെട്ടുതയെ പൊട്ടിക്കും. ഇന്നത്തെ ആത്മാവിൽ പറ, ചിലരറിയാതെ പുറത്തു വരണം. നമ്മൾ കരുന്നൊരു ചുറ്റുപാട്, നമ്മൾ കരുന്ന ലോകമല്ല നമ്മുടെ മുൻപിലുള്ളത്. ആരുടെ വീട്ടിൽ എന്ത് നടന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ നടക്കുന്ന നാട്ടുകാർക്ക് മൊത്തം അറിയണം. അതെ. അപ്പൊ പാർശ്വ ഒരാഴ്ച വന്നില്ലേ, വട്ടമടിച്ച് എന്നാടി ഇപ്പൊ പാർശ്വ ഇങ്ങോട്ട് വരുന്നില്ലോടി, സഭയൊന്നും മുടക്കിയെന്ന് അറിയാനാ. ഒറ്റക്കിരുന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും ചെവി പിഴുതെടുത്തുകൊണ്ട് ഭിത്തിക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ടാ. അല്ലെ പണ്ടേ കൊണ്ട് വെച്ചേരും കാതോർക്ക് ഇവൾ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? മനസ്സിലായോ? നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരത്തെ പോലും നിരീക്ഷിക്കുന്ന ചിലര് ഇന്ന് രാത്രി ദൈവം നിന്നോട് പറയുന്ന ദൂത് ശ്രദ്ധിച്ചോണം. ചിലരറിയാതെ നീ പുറത്തു വരും,
ചിലരറിയാതെ കെട്ടുപൊട്ടും, ചിലരറിയാതെ ഒരു യാത്ര വെളിപ്പെടും. നിന്റെ തലമുറയുടെ മേൽ വന്നു വരുന്ന ഭാവി ചിലരറിയാതെ, നിന്നെ നിരീക്ഷിക്കുന്ന ചിലരറിയാതെ എന്റെ ദൈവം നിനക്ക് വേണ്ടി ചില വിടുതലുകൾ. എന്റെ പ്രസംഗമല്ല, എന്റെ അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചിലരറിയാതെ നീ പുറത്തു വന്നു എഴുതിക്കോണം. ഒന്നും ആകത്തില്ലെന്നും നീ ഒന്നും നടക്കത്തില്ലെന്നും ഒക്കെ വിധി എഴുതി ആരെങ്കിലും ഒക്കെ പുറകിലുണ്ടെങ്കിൽ ഈ വചനത്തെ അടിവരയിട്ട് പ്രാർത്ഥിച്ചോണം. ദൂതൻ കെട്ടുപൊട്ടിച്ചപ്പോൾ അടുത്ത് കിടക്കുന്ന പടയാളികൾ അറിഞ്ഞില്ല. അടുത്ത ചിന്ത, സത്യത്തില് ഈ ദൂതൻ വന്ന് ചങ്ങലെ തൊട്ടൊന്നുമില്ല, ചങ്ങലെ തൊട്ടില്ല. വചനം പറയുന്നത് വിലാപ്പുറത്ത് തൊട്ടപ്പോൾ ചങ്ങല കയ്യിൽ നിന്ന് പോയെന്ന്. വിലാപ്പുറത്ത് തൊട്ടപ്പോൾ ചങ്ങല കയ്യിൽ നിന്ന് പോയി. അതൊരു വലിയ തത്വമാണ്. ദൈവം തൊടുന്നത് നമ്മുടെ വിഷയത്തെയല്ല, ആദ്യം തൊടുന്ന നമ്മളെയാണ്. ഇത് പ്രാർത്ഥനയുടെ തത്വമാണ്. ഈ ഹന്ന എന്ന് പറയുന്ന പ്രാർത്ഥനക്കാരി, അവിടെ വിഷയം എൽക്കാന എന്ന വിഷയം. പിന്നാര വേഗം പറ, പിന്നെ മണ്ടത്തിൽ നടന്നു പിടിക്കും. ഹന്നയുടെ വിഷയം ആരാ? പെണ്ണിനെ. അപ്പൊ വിഷയം ഉണ്ടാക്കേണ്ടവരല്ല, വിഷയം ഉണ്ടാക്കി. ഈ വിഷയമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കണ്ടിട്ടില്ലേ? നമ്മുടെ കൊച്ചിന്റെ കല്യാണം നടന്നത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വീടില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. കുഴപ്പമൊക്കെ ആർക്കാ? തൊഴിലുറപ്പിൽ അമ്മണിക്ക് പാത്രം. അയ്യോടി, ഇത്രയും പ്രാർത്ഥന ദിവസത്തിൽ കൊച്ചിന്റെ കല്യാണം, എന്റെ കൊച്ചു ഹോസ്റ്റലിലാടി, നമുക്ക് കുഴപ്പമില്ല. ഞാൻ SSLCക്ക് തോറ്റു ആടാ, അത് മധുരയാക്കരുത് കേട്ടോ. ഞാൻ തോറ്റ് തൊപ്പിയിട്ട് അകത്ത് കയറിയിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഉപ്പാപ്പൻ്റെ ഭാര്യയോട് മൂക്ക് പിടിച്ചു. പുള്ളി നമ്മുടെ ഞാൻ ചോദിച്ചു, ഞാനാണ് ചിലവരോട്. എൻ്റെ അപ്പനില്ലാത്ത സോക്കിടം ഇവർക്ക് സ്തോത്രം. അതാ ഞാൻ പറഞ്ഞേ, ഈ വിഷയം ഉണ്ടാക്കേണ്ടവരല്ല വിഷയം ഉണ്ടാക്കുന്നത്. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില. ഞാൻ പറഞ്ഞ ദൂരം ശ്രദ്ധിച്ചോണം. നമ്മൾ പരിശോധിച്ചിട്ട് നമ്മുടെ അപ്പന് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ഉപ്പാപ്പൻ്റെ ഭാര്യ നമുക്ക് വീട്ടിൽ നമുക്ക് കുഴപ്പമില്ല, കുഴപ്പമാർക്കാം നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചിലർക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ കടന്നു വന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ എഴുതി വെച്ചോളാം. ഞാൻ ദൂത് പറയാം. പെണ്ണിനെ, നീ എത്ര ഹന്നെ കളിയാക്കിയാലും നിനക്ക് പിടികിട്ടാത്തൊരു പദ്ധതിക്ക് വേണ്ടി എന്റെ ദൈവം ഹന്നയെ മാറ്റിവെച്ചിരിക്കുക. ഇന്നത്തെ വിടുതലില്ലായ്മകൾ കണ്ട് വിമർശിക്കപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ എഴുതി വെച്ചോണം. ആർക്കും പിടികിട്ടാത്ത ഒരു പദ്ധതി നിന്റെ കുടുംബത്തിനകത്ത്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണേ. മാതാപിതാക്കളെ കൊണ്ട് കരുതാൻ പറ്റിയ പരിമിതികൾ കാണാം. പക്ഷേ ഈ രാത്രി വിശ്വസിച്ചോണം, നിന്റെ പിതാവിന്റെ കാലത്ത് നടക്കാത്തതൊക്കെ നിന്റെ കാലത്ത് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, സ്തോത്രം. ആർക്കും പിടികിട്ടാത്ത ചില പദ്ധതിക്ക് വേണ്ടി എന്നെയും നിന്നെയും കർത്താവ് കണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ചില വിടുതലുകൾ വൈകുമ്പോൾ, ചില മറുപടികൾ വൈകുമ്പോൾ നീ നിരാശപ്പെട്ടു പോകരുത്. ചരിത്രത്തെ തിരിക്കുന്ന ചില വിടുതലുകളുമായി നിനക്ക് വേണ്ടി സ്വർഗ്ഗം വെളിപ്പെടുകയാണ്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം തൊടുന്നത് നമ്മുടെ വിഷയത്തെ അല്ല, പിന്നെ നമ്മളെ തൊടുന്നത്. ഹന്ന പ്രാർത്ഥിച്ച് ചിറങ്ങി വരുമ്പോൾ പരിശുദ്ധ എഴുതി വെച്ചൊരു വാക്യമുണ്ട്, അവിടെ മുഖം പിന്നെ വാടിയില്ല. എന്തു മനസ്സിലാക്കി? ഇനി 100 പെരിനമാർ നിരന്ന് പിള്ളേരിൽ നിന്ന് മതപ്രഭാഷണം നടത്തിയാലും അവിടെ മുഖം വാടില്ല. സ്തോത്രം. അങ്ങനെ അതിജീവിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി അവിടെ മേൽ പകർന്നെങ്കിൽ നിന്റെ വിഷയത്തെ തൊടുന്നതിന് മുൻപ് നിന്നെ തൊടുന്നൊരു ദൈവകരം, നിന്നെ തൊടുന്നൊരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് സ്വർഗ്ഗം കൈമാറുകയാണ്. പത്രോസിന്റെ കെട്ടുപൊട്ടിയപ്പോ വഴിയും തുറന്നു. നമ്മൾ മൊത്തം പ്രാർത്ഥിക്കുന്നത് വഴി തുറക്കാൻ വേണ്ടിയാ, നമ്മുടെ കെട്ടുപൊട്ടാനല്ല. ഈ കെട്ടുപൊട്ടാതെ നിനക്ക് എത്ര വഴി തുറന്നാലും ചെല്ലുന്നോടെ അല്ല എന്ത് ചെയ്യും? അടഞ്ഞടഞ്ഞു. അപ്പൊ സംഭവിക്കേണ്ട എന്താ? പത്രോസ്, നിന്റെ കയ്യിലെ ചങ്ങലകൾ പൊട്ടണം. ഇത് പൊട്ടിയാൽ നിന്റെ മുമ്പിൽ അടഞ്ഞ വഴിയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. രക്ഷിച്ച് സഭയ്ക്ക് കൊണ്ട് കൊടുത്തു. ദൂതനോടുള്ള രണ്ടാമത്തെ ദൗത്യം ഹെരോദാവിനെ തീർത്തേച്ച് വരണം. ചുമ്മാതെ കയറി അടിക്കാനൊന്നും പറ്റിയ ഒരു അവസരം ഉണ്ടാകണ്ടേ? ഒരവസരം കിട്ടി. ഒരു വിശേഷ ദിവസം ഒരു കസരയ്ക്കുള്ള ശക്തമായിട്ടൊരു പ്രസംഗം. വചനം എഴുതിയിരിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കായിയാൽ ദൈവത്തിന്റെ ദൂതൻ അവനെ അടിച്ചു, കൃമിക്കിരയായി പ്രാണനെ വിട്ടു.
ശ്രദ്ധിക്കണം. ദൈവം വരുത്തിയ അവസാനം പ്രാർത്ഥിച്ചവന്റെ അവസാനമല്ല, പ്രാർത്ഥിക്കുന്നവനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ഹെരോദാവിനെ കർത്താവ് അവസാനിപ്പിച്ചു. ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ ആ കണ്ണുകളെല്ലാം ദിവസം അടച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്താൽ ഒരു അവസാനം കുതിക്കുന്ന ദൈവമക്കൾ ഹൃദയപൂർവ്വം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് രാത്രി ആരാധിക്കുന്ന എൻ്റെ അവസാനമല്ല, പ്രാർത്ഥിക്കുന്ന എൻ്റെ അവസാനമല്ല, എനിക്ക് വേണ്ടി അവസാനം വരുത്തുന്ന ഒരു ദൈവകരം ഇന്ന് രാത്രി ഹോളിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈയോബിനെ പോലെ പരീക്ഷണത്തിന്റെ ശാലയിൽ കൂടെ കയറി പോകുന്ന ദൈവത്തിന്റെ പൈതലെ ഈ രാത്രി